മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിഹാദ് ചെയ്യാൻ ആഹ്വാനം ചെയ്തെങ്കിൽ അതേപോലെ ഭൂപതിന്റെ ഖിലാഫത്തിന്റെ കാലത്തും ഇപ്രകാരം ആഹ്വാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ജിഹാദിനെയും മുസ്ലിമീങ്ങളുടെ നിർബന്ധ ബാധ്യതയാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചെങ്കിൽ ഹനഫി മദ്ഹബിന്റെ പല കിതാബുകളും മുന്നിലേക്ക് എടുത്തുവെച്ച് മഹാനായ ഇന്ത്യ രാജ്യത്തെ മുസ്ലിമുകളുടെ മുന്നിൽ ഫത്വ പുറപ്പെടുവിച്ചു. നിസ്കരിക്കാൻ അനുവാദമുണ്ടാകാം, നോമ്പ് കഴിക്കാൻ അനുവാദമുണ്ടാകാം. എന്നാൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും മുസ്ലിമായി പോയതിന്റെ പേരിൽ മാത്രമതി ക്രൂരമായി പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരുപാട് ജനവിഭാഗങ്ങളുണ്ട്. അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഭരണകൂട ഭീകരവാദ വ്യവസ്ഥയിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിക്കേണ്ടുന്നത് വിശ്വാസിയായ മുസ്ലിമിന്റെ ബാധ്യതയായി പോയിരുന്നത്. പോരാട്ടത്തിന്റെ മാർഗത്തിൽ ഓരോരുത്തരും ആത്മസമർപ്പണം ബോധത്തോടുകൂടി കടന്നു വരേണ്ടുന്നതുണ്ട് എന്ന് മഹാനായ ഫത്വ കൊടുത്തു. രാജ്യത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും ആ ഫത്വയുടെ അലയൊലികൾ അറിയാതിരിക്കുകയായിരുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഡൽഹിയുടെ ഭാഗത്ത് നിന്നാണ് അവർ ഫത്വ കൊടുത്തതെങ്കിൽ അതിന്റെ അലയൊലികൾ ഇന്ന് കേരളത്തിന്റെ കർണാടകയിൽ പോലും, കേരളത്തിലും കർണാടകയിൽ പോലും അല്ലെ 1850 കാലമാണ് ആ ഫത്വ വന്നതെങ്കിൽ ആ സമയത്താണ് മഹാനായ ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി തആല അലൈഹിയെ പോലെയുള്ളവർ പോരാട്ട രംഗത്തേക്ക് വന്നത്. ടിപ്പുവിനെ പോലെയുള്ളവർ 14 വയസ്സ് മുതൽ 39 വയസ്സ് വരെ ബ്രിട്ടീഷുകാരന്റെ ഉറക്കം വരുത്തിക്കൊണ്ട് ജീവിച്ച മഹാനായ ഷഹീദുകളില്ല ഉൾപ്പെടെയുള്ളവർ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടൽ അല്ലാഹുവിന്റെ മുന്നിൽ പ്രതിഫലാർഹമായ നിമിഷമെന്ന് പറഞ്ഞിട്ട് കടന്നു വന്നത് ആ 10 മുതലുടെ പിൻബലത്തോടുകൂടിയായിരുന്നു. സഹോദരങ്ങളെ, ടിപ്പുവിനെ പോലെയുള്ളവർ ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷുകാരന് ഉറക്കം കെടുത്തി. അതുകൊണ്ടല്ലേ നമുക്ക് കാണാമല്ലോ, ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി തആല അലൈഹി ഷഹീദായി കഴിഞ്ഞപ്പോൾ വെറുതെ അങ്ങോട്ട് ഷഹീദായതല്ല. ചരിത്രം നമ്മൾ പഠിക്കണം. മീർ സാദിഖ് എന്ന കപട വിശ്വാസിയുടെയും പൂർണ്ണയായ ടിപ്പുവിന്റെയും ഹൈദരാലിയുടെയും വിശ്വാസിയുമായി ജീവിച്ചിരുന്ന 2 പേര് മഹാനായ ടിപ്പുവിനെ ഒറ്റിച്ചുകൊടുത്തിട്ട് ബ്രിട്ടീഷുകാരെ തുരത്തിപ്പായിട്ട് ടിപ്പു തന്റെ സ്വകാര്യമുറിയിൽ വിശ്രമിക്കുമ്പോൾ രഹസ്യവാതിലുകൾ തുറന്നുകൊടുത്ത് അവിടത്തേക്ക് ബ്രിട്ടീഷ് പട്ടാളക്കാർ കടന്നു വന്നതാ. ചരിത്രം നമുക്കറിയോ. ടിപ്പു പുറംതിരിഞ്ഞിരിക്കുക, 6-7 പട്ടാളക്കാരുണ്ട്, വെടിവെക്കാൻ പറഞ്ഞു. ചരിത്രം പറയാ, അന്ന് ടിപ്പുവിന്റെ നേരെ തോക്കിങ്ങനെ വെടിച്ചപ്പോ ബ്രിട്ടീഷുകാരന്റെ കൈ ഇങ്ങനെ വിറയ്ക്കുക. കാരണം ഈ വെക്കുന്ന വെടിയെങ്ങാനും കൊണ്ടാതെ പോയാൽ രണ്ടാമതൊരു വെടി വെക്കാനുള്ള സമയമൊന്നും കിട്ടൂല. അതായിരുന്നു ടിപ്പുവിന്റെ ചരിത്രം. അറിയോ, ടിപ്പുവിനെ അന്ന് വെടിവെച്ചു, പുറത്തുനിന്ന് വെടിവെച്ചു. മുതുക് തുളച്ച് നെഞ്ചത്തൂടെ ബുള്ളറ്റ് പുറത്തു വന്നു, വെടിമരുന്ന് പുറത്തു വന്നു, രക്തം ഒഴുകുക. ഈ സമയം അടുത്തിരുന്ന വാദമെടുത്തിട്ട് വെടിവെച്ചവനെ വെട്ടിയിട്ട് ആ ടിപ്പു പോയത്. ആരുടെ ചരിത്രത്തിലായതൊക്കെ ഉള്ള വേലുത്തമ്പികളോ മരിച്ചതെങ്ങനെ ബ്രിട്ടീഷുകാരന്റെ കൈപ്പെടുമെന്നനുസരിച്ച് സ്വയം വയറ്റി കുത്തി ആത്മഹത്യ ചെയ്തതാ. മാർത്താണ്ഡവർമ്മ മരിച്ചതെങ്ങനെ, പഴശ്ശിരാജ മരിച്ചതെങ്ങനെ, ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ധീരതയോടുകൂടി പോരാടി മരണപ്പെട്ട ഒരേ ഒരു രാജാവ് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലുണ്ടെങ്കിൽ അത് മഹാനായ പ്രസംഗിക്കാൻ ടിപ്പു സുൽത്താൻ റഹിമഹുള്ള മാത്രമല്ലേ. ടിപ്പു സുൽത്താനെ വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കുകയല്ലേ. ഈ ഒരു പാരമ്പര്യം ഏതെങ്കിലും ഒരു രാജാവിന് അവകാശപ്പെടാനുണ്ടോ? ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം തന്റെ മതനിർബന്ധ ബാധ്യതയെന്ന് തിരിച്ചറിഞ്ഞ ടിപ്പുവിനെ പോലെയുള്ളവർ അന്ന് ടിപ്പു ഇങ്ങനെ കമിഴ്ന്നു കിടന്നു, രക്തം ഇങ്ങനെ ഒഴുകുക. ജനറൽ ഹാരിസ് ഉൾപ്പെടെയുള്ള പട്ടാളക്കാരെ കടന്നു വന്നപ്പോ 7-8 പട്ടാളക്കാർ ചത്തു കിടക്കുന്നു, മടുക്ക് ടിപ്പു കിടക്കുന്നു. മരിച്ചു കിടന്ന ടിപ്പുവിനെയും പേടി ആശത്തില്ല. ഒറ്റ ഒരെണ്ണവും 1.5 മണിക്കൂർ അവിടെ നിന്നു. രക്തം, ടിപ്പുവിന്റെ ശരീരത്തിലെ രക്തം ഇങ്ങനെ പടർന്ന അത് കട്ട പിടിച്ചു എന്ന് പറഞ്ഞാൽ ടിപ്പു മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ടല്ല അത് ഒരുത്തനും അടച്ചിരുന്നില്ല. ജീവിച്ചിരിക്കുന്ന ടിപ്പുവിനെ പോലെ മരിച്ച ടിപ്പുവിനെയും പിടിയ. അന്ന് ടിപ്പുവിന്റെ ജനാസ പിടിച്ച് തിരിച്ചിട്ടിട്ട് ജനറൽ ഹാരിസ് പറഞ്ഞില്ലേ, ഫ്രം ടുഡേ ഇന്ത്യ ഈസ് അവേ. ഇന്നു മുതൽ ഇന്ത്യ നമ്മുടേതാണോ? കാരണം നമ്മുടെ ചോദ്യം ചെയ്യാൻ ചങ്കൂറ്റമുള്ള ആൺകുട്ടി പോയി. ഇതാരെപ്പറ്റിയാ പറഞ്ഞേ? മഹാനായ ടിപ്പുവിനെ പറ്റി മാത്രമല്ല ഇത് പറഞ്ഞത്. ടിപ്പുവിനെ എന്ന വർഗീയവാദിയായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുമ്പോഴും ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 48 ഹൈന്ദവ ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ അനുവാദം കൊടുത്ത
നടത്തിയ ചക്രവർത്തിയാണ് ടിപ്പു സുൽത്താൻ റഹിമഹുല്ലാഹ്. കേരളത്തിലെ ഗുരുവായൂർ ക്ഷേത്രത്തിനുൾപ്പെടെ ചാവക്കാട് അഹമ്മദ് റാജിയുടെ ഭാഗത്തു നിന്നും ഏക്കർ കണക്കിന് ഭൂമി കൊടുത്ത ആളായിരുന്നു ടിപ്പു സുൽത്താൻ റഹിമഹുല്ലാഹ്. ചേലമ്പ്രയിലുള്ള ഒരു ക്ഷേത്രം, വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രം ഉൾപ്പെടെ പല ക്ഷേത്രങ്ങൾക്കും നിർമ്മിക്കാൻ അനുവാദം കൊടുത്ത ആളാ. ടിപ്പുവിന്റെ ഏത് കോട്ടയുണ്ട് എങ്കിലും ആ കോട്ടയുടെ മുന്നിൽ ഹൈന്ദവർക്ക് വേണ്ടി ഒരു ക്ഷേത്രം ടിപ്പു കൊടുക്കുമായിരുന്നു. ടിപ്പുയുടെ പ്രധാനപ്പെട്ട ശ്രീരംഗ പട്ടണത്തിലെ കോട്ടയിൽ പോലും 2 ക്ഷേത്രങ്ങളാണ് ടിപ്പു നിർമ്മിച്ചു കൊടുത്ത്. ടിപ്പുവിനെ പറ്റിയൊക്കെ പഠിക്കണം. മഹാനായ ടിപ്പു സുൽത്താൻ റഹിമഹുല്ലാഹ് മൈസൂർ രാജവംശം ഇന്ത്യയിലേക്ക് വന്നതുപോലും ചരിത്രം പറഞ്ഞാൽ ഒരുപാടുണ്ട് സഹോദരങ്ങളെ. മൈസൂർ രാജവംശം ഹൈദരാലിയും ടിപ്പുവും കേരളത്തിലേക്ക് വന്നതെന്നില്ല. ആരെയും ആക്രമിക്കാൻ വേണ്ടിയല്ല, ആരെയും കൊലപ്പെടുത്താൻ വേണ്ടിയല്ല. സത്യന ടീച്ചർ പോലെയുള്ള വർഗീയവാദികളായ ചരിത്രകാരൻ സ്വയം വേദിവരിക്കുന്നവർ ഈ രാജ്യത്ത് ടിപ്പു സുൽത്താനെയും ഹൈദരാലിയും വർഗീയവാദിയായി ചിത്രീകരിക്കുമ്പോൾ ചരിത്രം നമ്മൾ അറിയുക. പാലക്കാട് ഭരണം നടത്തിക്കൊണ്ടിരുന്ന ഹൈന്ദവ രാജാവിനെ കോഴിക്കോട്ട് സാമൂതിരിയായ ഹൈന്ദവ രാജാവ് ആക്രമിക്കുക. ഒരു മുസ്ലിം അല്ല ആക്രമിക്കാൻ പോയത്. നാട്ടുരാജാക്കന്മാരെ തമ്മിൽ തല്ലുക. കോഴിക്കോട്ട് സാമൂതിരി പാലക്കാട്ട് രാജാവിനെ ആക്രമിച്ചു. പല നാട്ടുരാജാക്കന്മാരോടും സഹായം ചോദിച്ചു, ആരും സഹായിച്ചില്ല. അവസാനം പാലക്കാട്ട് രാജാവ് പോയി ദിണ്ടുക്കൽ ഗവർണറായ മുസൽമാനായ ഹൈദരലിയുടെ മുന്നിലേക്ക്. ഒരാൾ തന്നെ സഹായിക്കുന്നില്ല, നിങ്ങളെങ്കിലും സഹായിക്കണം. പാലക്കാട്ട് രാജാവിന്റെ തോളിൽ തട്ടിട്ട് ഹൈദരാലി പറഞ്ഞു, ഫ്രീക്കോ, ഹൈദരാലി കൊണ്ട് നിങ്ങളെ കാക്കാൻ. അദ്ദേഹം പറഞ്ഞെന്നറിയോ, നാളൊന്നു വരെ ഉറങ്ങിയിട്ടില്ല ഞാൻ, ഇന്ന് ഞാൻ ഉറങ്ങും, കാരണം ഹൈദരാലി ഉണ്ട് എന്നോടൊപ്പം. പാലക്കാട്ട് രാജാവ് പറഞ്ഞതാ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇന്ന് വരെ വന്നിട്ടില്ലാത്ത ഹൈദരാലിയെ ക്ഷണിച്ചു വിളിച്ചു. എന്തിന് സംരക്ഷണം നൽകാൻ. ഹൈദരാലിയുടെ പട്ടാളം വന്നു പാലക്കാട്ടേക്ക്. കോഴിക്കോട്ടെ സാമൂരി അറിഞ്ഞിട്ട് തിരിച്ചോടി, കിട്ടില്ല. പിറകിൽ പോയി. ഈ 12 ലക്ഷം പൊന്നാണയം യുദ്ധച്ചെലവ് വാങ്ങിയിട്ട് എടുത്തോളൂ. ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിലേക്ക് ടിപ്പുവും ഹൈദരാലിയും കടന്നു വന്നത് പോലും സംരക്ഷണത്തിന് വേണ്ടിയിട്ടാ. ഇതൊക്കെ അംഗീകരിക്കപ്പെട്ട ചരിത്രമല്ലേ? ടിപ്പു സുൽത്താൻ മലബാറിന്റെ വയനാടിന്റെ ഭാഗങ്ങളിലൂടെ ചൈത്രയാത്ര നടത്തിക്കൊണ്ട് കടന്നു പോകുമ്പോൾ ഇവിടെ വർഗീയത നിലനിൽക്കുന്ന പറഞ്ഞ് പലരെയും കൊന്നൊടുക്കുന്ന പറഞ്ഞ്. എന്നാൽ സഹോദരങ്ങളെ, ചരിത്രമെന്താ? മഹാനായ ടിപ്പു സുൽത്താൻ കേരളത്തിന്റെ മണ്ണിലേക്ക് വരുമ്പോൾ ഒരു കുറച്ചതിന്റെ പേരിൽ മാറുമറക്കാൻ പോലും അവകാശമില്ലാത്ത പാവപ്പെട്ട കീഴാള ജനവിഭാഗങ്ങളെ കണ്ടപ്പോൾ ടിപ്പു സുൽത്താൻ ചോദിച്ചു, ഇതമ്പ് പ്രാകൃതമായ വേഷമാ, നിങ്ങൾക്ക് മാനം മറക്കണ്ടേ, പുരുഷന്മാരെ വിളിച്ചിട്ട് ടിപ്പു പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാരുടെ നിങ്ങൾ മാനം മറക്കുക, പെൺമക്കളുടെ മാനം മറക്കുക, നിങ്ങളുടെ സഹോദരിമാരുടെ മാനം മറക്കുക. അന്നവർ കൈകൂട്ടിക്കൊണ്ട് ടിപ്പുവിനോട് പറഞ്ഞു, ഇല്ല, ഈ നാട്ടിൽ ഞങ്ങൾക്ക് മാനം മറയ്ക്കാൻ അവകാശമില്ല. ഇവിടെ ജന്മിത്തം കൊടികുട്ടി വാടുന്ന ഈ നാട്ടിൽ ബ്രാഹ്മണ ജന്മിത്തമ്പരാക്കന്മാരുടെ മുന്നിൽ മാനം മറയ്ക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ല. അങ്ങനെ മാനം മറയ്ക്കാൻ ഞങ്ങളുടെ പെണ്ണുങ്ങളുടെ മാനം മുടക്കുകളെന്നാ പറഞ്ഞിരിക്കുന്നത്. അന്ന് ടിപ്പു സുൽത്താൻ തന്റെ പരിചാരകരെ വിട്ടിട്ട് വസ്ത്രം കൊണ്ട് വന്നിട്ട് അത് ഹൈന്ദവ സ്ത്രീകളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ മാനം മറയ്ക്കുക. മാനം മറച്ചതിന്റെ പേരിൽ ആരാണ് നിങ്ങളെ കൊടുന്നതെന്ന് എനിക്കൊന്നറിയണമല്ലോ. മാനം മറയ്ക്കാൻ അവകാശമില്ലാത്ത കീഴാള ജനവിഭാഗങ്ങളിൽപ്പെട്ട അമ്മവങ്ങന്മാർക്ക് മാനം മറയ്ക്കാൻ ടിപ്പു സുൽത്താൻ സാരി കൊടുത്തു. തൃശ്ശൂരിനടുത്ത് ചേലക്കര എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ ചേലക്കരയിൽ വെച്ചിട്ടാണ് ടിപ്പു ചേല വിതരണം ചെയ്തത്. അതുകൊണ്ട് ആ ചേലക്കരയിൽ തീരുന്നത്. അതാ ടിപ്പുവിന്റെ പാരമ്പര്യം, അതാ ഇസ്ലാമിന്റെ പാരമ്പര്യം, അതാ മുസ്ലിമീങ്ങളുടെ പാരമ്പര്യം. മഹാനായ ടിപ്പു മാത്രമല്ല, മലബാറിന്റെ മണ്ണിൽ നിൽക്കുമ്പോൾ ഓർമ്മപ്പെടുത്തട്ടെ, 1880കളുടെ കാലഘട്ടത്തിൽ നാം ഒന്നറിയുക, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അന്ന് ജനിച്ചിട്ടില്ല. ഗാന്ധിജിയുടെ പിതാവ് പോലും അന്ന് ജനിച്ചിട്ടില്ല. ജവഹർലാൽ നെഹ്റു അന്ന് ജനിച്ചിട്ടില്ല. നെഹ്റുവിന്റെ പിതാവ് പോലും ജനിച്ചിട്ടില്ല. ഇന്ന് സ്വാതന്ത്ര്യ സമരത്തിലെ മുൻഗാമികളും മഹത്വങ്ങളുമായി പരിചയപ്പെടുത്തുന്ന ഒരാളും പിറന്നുപോലും വീണിട്ടില്ലാത്ത കാലഘട്ടത്തിന് മലബാറിന്റെ ഭാഗത്ത് നിന്ന് ബ്രിട്ടീഷുകാരന് നികുതി കൊടുക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവന്റെ ഭൂമിയിൽ താമസിക്കുന്നതിന് വെള്ളപ്പട്ടുകൾക്ക് ഞാനെന്തിന് നികുതി കൊടുക്കണമോ എന്ന് ചോദിച്ച മഹാനായ കാളിയാറിന്റെ അരികത്ത് കാക്കത്തറയിൽ ഉമർ കാളിയ റഹ്മത്തുള്ളാഹി തആല അലൈഹി അതിമഹത്തായ
രാജ്യത്തോട് നികുതി നിഷേധ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചില്ലേ? ചിന്തിക്കണം. ഇതൊക്കെ ആ ഫത്വയുടെ അലയൊലികളാ. ബ്രിട്ടീഷുകാരന് നികുതി കൊടുക്കാതിരിക്കൽ പോലും ദീനിന്റെ ഭാഗമെന്ന് തിരിച്ചറിഞ്ഞിട്ട് മഹാനായ വെളിയങ്കോട് ഉമർ ഖാൻ റഹിമഹുള്ള നികുതി നിഷേധ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. മുസൽമാന്റെ പാരമ്പര്യ അമ്മ മീനിട്ട ഒരുത്തനുണ്ടായിരുന്നില്ല. സവർക്കറെന്നുണ്ടോ ഗോൾവാർക്കറെന്നുണ്ടോ ആരെങ്കിലും ഒന്നുണ്ടായിരുന്നോ? ഇവരുടെ ഒന്നും പിതാക്കന്മാർ പോലും ജനിച്ചിട്ടില്ലാത്ത കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരൻ ഒന്നിൽ അടിയറവ് പറഞ്ഞാൽ പടച്ച തമ്പുരാന്റെ ഒന്നിൽ മറുപടി പറയേണ്ടി വരുമെന്ന് പറയാൻ ഈ രാജ്യത്തെ മുസ്ലിമുകൾ മാത്രമാണ് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരങ്ങളെ തിരിച്ചറിയുക. ഇന്ത്യ രാജ്യത്തെ മുസ്ലിമുകളുടെ പാരമ്പര്യമെന്നാൽ അവിടെയും തീർന്നിട്ടില്ല. ഉത്തർപ്രദേശിന്റെയും മറ്റു ഭാഗങ്ങളിലുമൊക്കെ ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്നിട്ട് രഞ്ജിത്ത് സിംഗ് എന്ന പേരുള്ള സിഖ് രാജാവ് ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്നു. ഈ രാജ്യത്തെ സ്ത്രീകളെ അയാൾ കൊലപ്പെടുത്തി ഗവർണർ സ്ഥാനം കൊടുത്തു. അയാൾക്ക് ബ്രിട്ടീഷുകാര് രഞ്ജിത്ത് സിംഗ് എന്ന സിഖുകാരന് ഗവർണർ സ്ഥാനം കൊടുത്തു. അധികാരത്തിൽ മത്തുപിടിച്ച അയാള് ആളുകളെയൊക്കെ കൊലപ്പെടുത്തി. പ്രത്യേകിച്ചും മുസ്ലിം പണ്ഡിതന്മാരെ ആലപ്പുറത്ത് കയറ്റിയിരിക്കും, കഴുത്തിൽ കുരുക്കിടും, എന്ന് താഴെ മുന്നോട്ട് നടപ്പിക്കും. മരത്തിൽ കിടന്ന് ശരീരം മുഴുവനും വലിഞ്ഞു മുറുകി അവർ മരണപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ ശരീരം ചുരുണ്ടിട്ടുണ്ടായിരുമെന്നാണ് ചരിത്രകാരന്മാർ പരിചയപ്പെടുത്തുന്നത്. ഇന്ത്യയുടെ മണ്ണിൽ കിടന്ന് മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യമാണെന്ന് പറയുമ്പോൾ എങ്കിൽ ഈ രാജ്യത്ത് വീണ് മരിക്കാൻ നിങ്ങളെ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് മരങ്ങളുടെ ശിഖരങ്ങളിൽ അവരെ കെട്ടിയിട്ടിട്ട് വെടിവെച്ചു കൊല്ലുമായിരുന്നു. ചരിത്രമായിരുന്നു ഇത്. അന്നത്തെ ചരിത്രകാരന്മാർ പറയുകയാ, ഒരു ഭാഗത്തൂടെ ഞാൻ നടന്നു വരുമ്പോൾ മനുഷ്യന്റെ തൊലി കരിയുന്ന ഗന്ധം എനിക്ക് അനുഭവപ്പെട്ടു. മനുഷ്യനെ കരിക്കുന്ന ഗന്ധം എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോഴാണ് കാണുന്നത് 80ഓളം പണ്ഡിതന്മാരെ നിരക്കി നിർത്തുകയാ. അതിലൊരു പണ്ഡിതനെ പരിപൂർണ്ണ മക്കളായ തീയിലേക്കിടുകയാ. ആ തീയിൽ കിടന്ന് ശരീരം ഇങ്ങനെ വെന്തുരുകി അദ്ദേഹം മരണപ്പെടുമ്പോൾ ബാക്കി 79 പണ്ഡിതന്മാരും അത് കണ്ടുകൊണ്ട് നിൽക്കുകയാ. അങ്ങനെ ഓരോരുത്തരെയും എടുത്ത് തീയിലേക്കിടുമ്പോൾ നെഞ്ചുവരെ രാജവളത്തിൽ നിസ്കാരത്തിടുമ്പോൾ ഒരു പണ്ഡിതന്റെ അടുത്തിലേക്ക് അന്നൊരു ബ്രിട്ടീഷ് പട്ടാളക്കാരൻ വരികയാ. ആ ബ്രിട്ടീഷ് പട്ടാളക്കാരൻ വന്നിട്ട് ആ പണ്ഡിതനോട് പറഞ്ഞു, ബഹുമാനനായ ഉസ്താദേ, നിങ്ങളിൽ നിന്നാണ് ഞാൻ അറബി ഭാഷ പഠിച്ചത്. അതുകൊണ്ട് നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥന, നിങ്ങൾ ഇവരുടെ കൂട്ടത്തിൽപ്പെട്ടയാളല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ പേരിൽ ലിസ്റ്റിൽ നിന്ന് ഞാൻ വിട്ടുമാറ്റാം. എന്നിട്ട് നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്താം. അന്ന് നെഞ്ചുവര താളപുരത്തിയതായ ആ പണ്ഡിതൻ തന്റെ മുന്നിൽ നിൽക്കുന്ന ശിഷ്യരായ പട്ടാളക്കാരന്റെ നെഞ്ചത്ത് പിടിച്ച് തള്ളുകയാ. ഇന്ന് ഞാനൊന്ന് സമ്മതം കൂടിയാൽ ഈ ലിസ്റ്റിൽ നിന്ന് നീ എന്റെ പേര് വെച്ചുമാറ്റുമായിരിക്കും. പക്ഷേ അള്ളാഹുവിന്റെ മുന്നിൽ ഇവരെ ശരീര രക്ഷസാധ്യതയായി കടന്നു വരുമ്പോ ആ ലിസ്റ്റിൽ എന്റെ പേരുണ്ടായിരിക്കില്ലെന്നോ, ആ ലിസ്റ്റിൽ എനിക്ക് പെടാൻ പറ്റില്ലെന്നോ, അതുകൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അള്ളാഹുവിന്റെ മുന്നിൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമല്ലോ എന്ന് മഹാനുഭാവനെ പറഞ്ഞുകൊണ്ട് ആ തീയിലേക്ക് ചാടി മരിക്കാൻ പോലും മടിയില്ലാതിരുന്ന മഹത്വത്തായ മുസ്ലിം പണ്ഡിതന്മാരുടെ പാരമ്പര്യമില്ലയോ? ആ പാരമ്പര്യമാണ് സഹോദരങ്ങളെ മതവസ്ഥകൾ മുഴുവനും ബ്രിട്ടീഷുകാരെ തകർത്ത് തരിപ്പണമാക്കിയത്. മസ്ജിദിന്റെ കൽപ്പടവിൽ പോയിരുന്ന മതമാറ്റത്തിന് വേണ്ടി നിർബന്ധ പ്രേരണ നടത്തിയ ബ്രിട്ടീഷുകാർ ഫാദർ ഹണ്ടറിന്റെ നേതൃത്വത്തിൽ നിർബന്ധ മതപരിവർത്തനത്തിനുള്ള ശ്രമം നടത്തുകയാ. അതിനെ എതിർക്കുന്നവരെയൊക്കെ കൊലപ്പെടുത്തുകയാ. നൂറുകണക്കിന് വിശുദ്ധ ഖുർആന് കുത്തരിക്കുകയാ. നൂറുകണക്കിന് മുസ്ലിം പള്ളികളെ തകർത്ത് തരിപ്പണമാക്കുകയാ. നൂറുകണക്കിന് പണ്ഡിതന്മാരെ കൊലപ്പെടുത്തുകയാ. അവരെ അതിക്രൂരമായി മർദ്ദിച്ചവസ്ഥരായി കൊല്ലുകയാ. ചരിത്രകാരന്മാരെ ചരിത്രം രേഖപ്പെടുത്തിയവർ പറയുകയാ, അന്ന് ബ്രിട്ടീഷുകാരൻ ഇംഗ്ലീഷ് അക്ഷരമാലയുടെ രൂപത്തിൽ പണ്ഡിതന്മാരെ കെട്ടിയിടുമായിരുന്നത് എ എന്ന രൂപത്തിൽ 3 പേരെ കെട്ടിയിടുകയാ. ബി എന്ന രൂപത്തിൽ ഇങ്ങനെ കെട്ടിയിടുകയാ. സി എന്ന രൂപത്തിൽ കെട്ടിയിടുകയാ. ബ്രിട്ടീഷുകാരോടുള്ള വെറുപ്പ് കൊണ്ട് ഇംഗ്ലീഷ് പഠിച്ചതുപോലും ഹറാമെന്ന പട്ടമെടുത്ത പണ്ഡിതന്മാർ ഇംഗ്ലീഷ് അക്ഷരമാലയുടെ രൂപത്തിൽ കെട്ടിയിട്ടിട്ട് അതിക്രൂരമായവരെ വെടിവെക്കുമ്പോൾ 5 വരെയുള്ള അവിടെ സാധ്യരോഗങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ ശ്രീമന്ത ശോഭയിൽ കടന്ന് കളിയാറുമെന്ന് ചരിത്രകാരന്മാരെ പരിചയപ്പെടുത്തിയപ്പോൾ എന്റെ സഹോദരങ്ങളെ
ഇന്ത്യ രാജ്യത്തെ മുസ്ലിം പണ്ഡിതന്മാർ ഖുർആനും ഹദീസും പഠിച്ചവരിൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുൻപന്തിയിലേക്ക് കടന്നു വന്നത് ചരിത്രമറിയുമോ? ഇന്ത്യ രാജ്യത്തിന്റെ യുദ്ധത്തിൽ ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തിയ മഹാനുഭാവനെന്നല്ലോ 2 പ്രാവശ്യം കിങ് പ്രൈസിന് അവാർഡിനർഹനായ അതേ 1990 ഡിസംബർ 31 വിശുദ്ധ റമദാനിന്റെ 23-ാം രാവിലെ വെള്ളിയാഴ്ച രാവിലെ ഇന്ത്യ രാജ്യത്ത് നിന്ന് വിടപറഞ്ഞ മഹാനായ സയ്യിദ് അബുൽ ഹസൻ അലി നബി സാഹിബ് റഹ്മത്തുള്ളാഹി തആല അലൈഹി ഇന്ത്യ രാജ്യത്തിന്റെ യശസ്സ് ലോക മുസ്ലിം പണ്ഡിത മനുഷ്യരുടെ മുന്നിൽ എടുത്തറിയിച്ച മഹാനായ അലീമിയാനെന്ന് ലോകം ഓമന പേരിട്ട് വിളിച്ച മഹാനായ അലീമിയാൻ സാഹിബ് അറേബ്യനാട് അലീമിയാനെ ആദരിച്ചതെങ്ങനെയാ? 1980 മഹാനവകൾ ഹജ്ജിന് പോകുമ്പോൾ അറേബ്യയിലെ പണ്ഡിതന്മാരും രാജാവുമൊക്കെ മഹാനുഭാവനെ സ്വീകരിക്കുകയാ. എന്നിട്ട് ഞങ്ങളുടെ രാജ്യത്തിലേക്ക് വന്ന നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന സമ്മാനമെന്തെന്നറിയുമോ എന്ന് പറഞ്ഞുകൊണ്ട് കഅബാലയത്തിന്റെ താക്കോല് കൊടുക്കുകയാ. ഇന്ത്യ രാജ്യത്തോട് പണ്ഡിതൻ ഇപ്രകാരം ഒരാൾക്കും ഒരു സ്വീകരണം കൊടുത്തിട്ടില്ല. അലീമിയാന്റെ കയ്യിലേക്ക് കഅബാലയത്തിന്റെ താക്കോല് കൊടുക്കുകയാ. എന്നിട്ട് പറഞ്ഞു, അലീമിയാ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും കഅബയ്ക്കുള്ളിൽ കയറാം, ആരെ വേണമെങ്കിലും കഅബയ്ക്കുള്ളിൽ വിളിച്ചു കയറ്റാം എന്ന് പറഞ്ഞുകൊണ്ട് അറബ് ലോകം ആദരിച്ച മഹാനായ അലീമിയാനുണ്ടല്ലോ. അന്നുണ്ടായിരുന്ന ലോക പണ്ഡിത സഭയുടെ അധ്യക്ഷനായിരുന്ന അലീമിയാനുണ്ടല്ലോ. ആ അലീമിയാന്റെ പിതാമഹനായിരുന്ന മഹാനായ അബൂ ഉർഫാദ് സയ്യിദ് അഹ്മദ് ഷഹീദ് റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കളിക്കൂട്ടുകാരനുമായിരുന്ന മഹാനായ ഷഹീദ് മുഹമ്മദ് ഇസ്മായിൽ സഹ്റബി റഹിമഹുല്ലാഹ് രണ്ടുപേരും ബ്രിട്ടീഷുകാരെ ആക്രമിക്കാൻ പോവുകയാ. 2 മഹത്തുക്കളായ പണ്ഡിതന്മാർ, നിസ്സാരക്കാരൊന്നുമല്ല. മഹാനായ ഷഹീദ് മുഹമ്മദ് ഇസ്മായിൽ ദഹ്ലവി അന്ന് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ പ്രഭാഷകൻ. അദ്ദേഹം ഏറ്റവും വലിയ പ്രഭാഷകൻ. ഞാൻ പറയുന്നത് ഈ ചെറുപ്പക്കാരി പറയുന്ന പേരെങ്കിലും ഒന്ന് എഴുതി വെക്കണം. നമുക്കിതിലേക്ക് പരിചയമുണ്ടോ? ഷഹീദ് മുഹമ്മദ് ഇസ്മായിൽ ദഹ്ലവി ഡൽഹി ജുമാ മസ്ജിദിന്റെ കൽപ്പടവിൽ നിന്ന് അദ്ദേഹം പ്രഭാഷണം നടത്തുന്നത് കേൾക്കാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 10,000-കണക്കിന് ആളുകൾ കടന്നുകൂടുമായിരുന്നു. മണിക്കൂറുകളോളം പ്രഭാഷണം നടത്തും. പൊട്ടിക്കരഞ്ഞുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റ് പോകും. ഒരു ദിവസം അദ്ദേഹം നസീഹത്ത് നടത്തി മണിക്കൂറുകളോളം. ആളുകളൊക്കെ കരഞ്ഞു. എല്ലാവരും സദസ്സ് പിരിഞ്ഞിട്ട് പോയി. എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു പാവപ്പെട്ട കൂലിപ്പണിക്കാരൻ വന്നു. സദസ്സിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് ഷഹീദ് മുഹമ്മദ് ഇസ്മായിൽ ദഹ്ലവി ആരെന്ന് പോലും അറിയില്ല. ആരെന്ന് പോലും അറിയാതെ അദ്ദേഹം വന്നിട്ട് മുഹമ്മദ് ഇസ്മായിൽ ദഹ്ലവിയോട് ചോദിച്ചു, ഇവിടെ ഒരു പ്രഭാഷണം നടന്നു കഴിഞ്ഞോ? ഞാൻ ഒരുപാട് ദൂരത്ത് നിന്ന് വന്ന ആളാ, എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്കറിയാം എന്തൊക്കെയാ പറഞ്ഞത്. പ്രസംഗിച്ച ആള് തന്നെയാ തിരുത്തി പറഞ്ഞ 2 മണിക്കൂർ പറഞ്ഞ അതേ കാര്യം വള്ളിപുള്ളി തെറ്റാതെ കൂലിപ്പണിക്കാരനെ പറഞ്ഞു കൊടുത്തു. അദ്ദേഹവും കരഞ്ഞിട്ട് യാത്രയായി. ഇത് കണ്ടു നിന്ന ശിഷ്യഗണങ്ങൾ വന്നിട്ട് ചോദിച്ചു, ഉസ്താദേ, നിങ്ങളെന്ത് മനുഷ്യനാ? നിങ്ങളെന്തിനാ നിങ്ങൾ തന്നെ പിടിച്ചിരുത്തി പറഞ്ഞു എന്തിനാ? ഞങ്ങളെ ഏൽപ്പിച്ചൂടെ? ഞങ്ങളൊന്ന് ചുരുക്കിയൊക്കെ പറഞ്ഞു കൊടുക്കുമല്ലോ. ഒരാൾക്ക് വേണ്ടിയിട്ട് വീണ്ടും നിങ്ങൾ 2 മണിക്കൂർ ചെലവാക്കിയോ? മഹാനായ ഷഹീദ് മുഹമ്മദ് ഇസ്മായിൽ ദഹ്ലവി റഹിമഹുല്ലാഹ് അന്ന് തന്റെ ശിഷ്യഗണങ്ങളോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ എന്ത് കരുതി? ഞാൻ ആദ്യവും സംസാരിച്ചത് ഒരാൾക്ക് വേണ്ടിയിട്ടാണ്, രണ്ടാമത് സംസാരിച്ചതും ഒരാൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് ഒരാൾക്ക് വേണ്ടിയിട്ടാണ്, ഏകനായ പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. 10,000-ങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിച്ചതും ആ ഒരുവന് വേണ്ടി. ഈ കൂലിപ്പണിക്കാരനെ പിടിച്ചിരുത്തി സംസാരിച്ചതും ഒരുവന് വേണ്ടി. അത്ര ഇന്ത്യ രാജ്യം മുഴുവൻ പ്രശസ്തനായ ഒരു പ്രഭാഷകനായിരുന്നു മുഹമ്മദ് ഇസ്മായിൽ ദഹ്ലവി. ആ പ്രഭാഷകൻ ഇറങ്ങ ഭരണകൂട ഭീകരവാദത്തിനെതിരെ ശബ്ദിക്കാൻ. നമ്മൾ ചിന്തിച്ച്, ഇവിടെയാ ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ എന്ന ഒരു പ്രാമാണിക പണ്ഡിത പ്രസ്ഥാനത്തിന്റെ പ്രസക്തിയെ നമ്മൾ തിരിച്ചറിയുന്നത്. മുൻകാല പണ്ഡിതന്മാരൊക്കെ പള്ളിയുടെ മൂലയിൽ കിതാബുമായിട്ട് മാത്രം മാറിയിരുന്ന് ഒതുങ്ങിക്കൂടിയവരായിരുന്നില്ല. രാജ്യം നേരിട്ട പ്രശ്നങ്ങളെ അവരറിഞ്ഞിരുന്നു. അതറിഞ്ഞിട്ട് അവർ കടന്നു വന്നിരുന്നു. അനാചാരങ്ങൾക്കെതിരെ ശബ്ദിച്ചിരുന്നു. അതേപോലെ തന്നെ ജീർണകൾക്കെതിരെ ജിഹാദ് നടത്തിയിരുന്നു. അതോടൊപ്പം രാജ്യം നേരിടുന്ന ആനുകാലിക പ്രശ്നങ്ങളിലും അവർ ഇടപെട്ടു. 2 പേരും പോയി രഞ്ജിത് സിംഗിനെ ആക്രമിക്കാൻ. അന്നവർ പോകുമ്പോൾ അവരോടൊപ്പം 900 പോരാളികളും 10,000 പണ്ഡിതന്മാരും ഉണ്ടായിരുന്നെന്നാണ് ചരിത്രം.
ആലിമീങ്ങളാ ഇറങ്ങുന്നേ. പള്ളിയിലെ ഇമാമ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇറങ്ങിയാൽ നമുക്കിപ്പോ വൻപാപമല്ലേ? ഒരു രാഷ്ട്രീയ പ്രശ്നത്തിന്റെ പേരിൽ പള്ളിയിലെ ഇമാമെന്ന് ഇറങ്ങിയാൽ, അല്ലെങ്കിൽ അതിനെതിരെ ഒന്ന് ശബ്ദിച്ചാൽ, ഒരു പണ്ഡിതൻ ജുബ്ബയൊക്കെ ഇട്ട് തലപ്പാക്ക് കെട്ടിയ നിസ്കാരത്തമ്പുള്ള താടിയുള്ള ഒരു പണ്ഡിതൻ രാജ്യം നേരിടുന്ന പ്രശ്നത്തിനെതിരെ ശബ്ദമുയർത്തിയാൽ ഉടൻ തന്നെ അതൊരു വൻപാപമായി കരുതുന്ന നമ്മൾ അറിയുക. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ രഞ്ജിത്ത് സിംഗ് എന്ന ശിക്ഷകാരനായ പട്ടാളക്കാരനെയും ശിക്ഷകാരൻ എന്ന ഭരണാധികാരിയും കൂട്ടുപിടിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ അതിക്രൂരമായ ഭരണം നടത്തുമ്പോൾ അതിനെതിരെ പ്രതിരോധത്തിന്റെ പതാകവും മുഴക്കിക്കൊണ്ട് മഹാനായ അബൂൽ ഖാൻ സയ്യിദ് അഹമ്മദ് ഷഹീദ് റഹിമഹുല്ലയും മഹാനായ ഷഹീദ് മുഹമ്മദ് ഇസ്മായിൽ ദഹ്ലവി റഹ്മത്തുള്ളാഹി തആല അലൈഹിം കടന്നു പോകുകയാ. ഉത്തർപ്രദേശിന്റെ സംസ്ഥാനങ്ങളിലുള്ള ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തുകയാ. ബാലാകോട്ടിലേക്ക് പോകുകയാ, പെഷവാറിലേക്ക് പോകുകയാ. അവിടെയുള്ള ജനങ്ങൾക്കൊക്കെ സ്വതന്ത്രമായ ജീവിതം കൊടുക്കുകയാ. ഇസ്ലാമിക പ്രതിനിധികളെ ഭരണമേൽപ്പിക്കുകയാ. എന്നിട്ട് അവരിങ്ങനെ മുന്നേറ്റം നടത്തി ബാലാകോട്ടിലേക്ക് പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അറിയുമോ, അന്നത്തെ രഞ്ജിത്ത് സിംഗിന്റെ ഒപ്പമുണ്ടായിരുന്ന പട്ടാളക്കാരും അവരെ ആക്രമിക്കുകയാ. ദിവസങ്ങളോളം യുദ്ധം നടക്കുകയാ. അങ്ങനെ യുദ്ധം നടക്കുന്നതിന്റെ ഇടയിൽ തീതുപ്പുന്നതായ തോക്കിൻകുടലുകളുടെ മുന്നിൽ കയ്യിൽ വെക്കുന്ന മൂർച്ചയേറിയ വാലിന്റെ മൈത്തലകൾ കൊണ്ട് അവരെ പണ്ഡിത പോരാട്ടം നടക്കുകയാ. ആദ്യത്തെ വയസ്സ് തന്നെ സയ്യിദ് അഹമ്മദ് ഷഹീദ് റഹിമഹുല്ലാഹ് ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുകയാ. ആദ്യം തന്നെ മഹാനവറുകൾ മരണപ്പെടുകയാ. എന്റെ സഹോദരങ്ങളെ ചിന്തിക്കുക, താങ്ങും തണലുമായി നിന്ന കൂട്ടുകാരൻ മരണപ്പെട്ടുപോയി. ജലാന്തരത്തിൽ രക്തമൊഴുക്കിക്കൊണ്ട് വീരരക്തസാക്ഷിത്വം വഹിച്ചിരിക്കുകയാ. എന്റെ കൂട്ടുകാരൻ മരണപ്പെട്ടുപോയി. അതുകൊണ്ട് തിരിച്ചു പോകാമെന്ന് മഹാനായ മുഹമ്മദ് ഇസ്മായിൽ ദഹ്ലവി ചിന്തിച്ചില്ല. എന്റെ കൂട്ടുകാരൻ പോയെങ്കിൽ എനിക്കും ആ മാർഗത്തിൽ യാത്രയാകണമെന്ന് പറഞ്ഞു വീണ്ടും 4 ദിവസം മഹാനവറുകൾ ബ്രിട്ടീഷുകാരെ മുന്നിൽ പോരാട്ടം നടക്കുകയാ. അന്ന് ചരിത്രമറിയുമോ, രഞ്ജിത്ത് സിംഗിന്റെ പട്ടാളക്കാരും ബ്രിട്ടീഷ് പട്ടാളക്കാര് തീതുമ്പുന്ന തോക്കുംകടലുമായി വന്നപ്പോൾ മഹാനായ ഷഹീദ് മുഹമ്മദ് ഇസ്മായിൽ ദഹ്ലവി റഹിമഹുല്ലാഹ് തന്റെ തീരുമാനം കാണിച്ചു കൊടുക്കുകയാ. എന്നിട്ട് പറഞ്ഞ ധൈര്യമുണ്ടെങ്കിൽ വച്ചറാപിടി ഖുർആൻ കൊല്ലുന്ന നെഞ്ചത്തേക്ക്, ഹദീസ് നിലനിൽക്കുന്ന നെഞ്ചത്തേക്ക്, ഫിഖ്ഹ് നിലനിൽക്കുന്നതായ ഈ മാനിടത്തേക്ക് നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ വച്ചറാപിടി എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷ് പട്ടാളക്കാരെ പോലും അമ്പരിപ്പിച്ചുകൊണ്ട് അവർക്കിടയിലേക്ക് പാഞ്ഞു കയറിക്കൊണ്ട് അന്യക്കണക്കിൽ ബ്രിട്ടീഷുകാരെ യമപുരിയിലേക്ക് അയച്ചിട്ട് അവസാനം 4ാമത്തെ ദിവസം ഷഹീദാകുകയാ മഹാനായ മൗലാന ഷഹീദ് മുഹമ്മദ് ഇസ്മായിൽ ദഹ്ലവി റഹ്മത്തുള്ളാഹി തആല അലൈഹി. പ്രധാനപ്പെട്ട 2 പണ്ഡിതന്മാർ മരിച്ചത് ബ്രിട്ടീഷുകാരോട് നേരിട്ട് ഏറ്റുമുട്ടിയിട്ട്. അവർ 2 പേരും മരണപ്പെട്ടു. മുസ്ലിമീങ്ങൾ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. ബാക്കിയുള്ള പണ്ഡിതന്മാരെയൊക്കെ ബ്രിട്ടീഷുകാർ പിടിച്ചു. അതിക്രൂരമായിട്ടാണ് അവരെ കൊലപ്പെടുത്തിയത്. അതിക്രൂരമായി. ഈ സമയം സഹോദരങ്ങളെ, നമ്മളൊക്കെയാണെങ്കിൽ ഇപ്പൊ പറയാറുണ്ട്, അവരനുഭവിച്ചത് കണ്ടോ, ഇവരനുഭവിച്ചത് കണ്ടോ. നിങ്ങളിങ്ങനെ എപ്പോഴും ഈ ബാബരി മസ്ജിദിന്റെ കാര്യം പറഞ്ഞ് നടക്കണോ? ഇപ്പോഴും ഈ ഗുജറാത്തൊക്കെ പറയണോ? ഇപ്പോഴും കാര്യം എന്താ? അബ്ദുൽ നാസർ മാദിനെ അനുഭവിച്ച കണ്ടില്ലേ? അതാ അപ്പൊ നമുക്ക് അന്നുള്ള പണ്ഡിതന്മാര് 2 പേര് രക്തസാക്ഷിയായി അവരനുഭവിച്ച കണ്ടില്ലേ? ഇനി എവിടെയെങ്കിലും മാറിയിരിക്കാം എന്ന് ചിന്തിച്ചില്ല. ഉടൻ തന്നെ അടുത്ത യോഗം കൂടുകയാ. ഹാജി ഇംദാദുള്ള മുഹാജിർ മക്കി റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ നേതൃത്വത്തിൽ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പേരൊക്കെ കേട്ടിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും നമ്മൾ ഈ പേര് കേട്ടിട്ടുണ്ടോ? എന്തോ ഒരു സാധനം പോലെ ഇരുന്ന് കേൾക്കുകയുണ്ടായി. മഹാനായ ഹാജി ഇംദാദുള്ള മുഹാജിർ മക്കി റഹ്മത്തുള്ളാഹിയുടെ നേതൃത്വത്തിൽ ആലിമീങ്ങൾ സഭ കൂടുക. കൈകെട്ടുന്ന എവിടെന്ന് തീരുമാനിക്കാനല്ല, കെട്ടാൻ കൈ വേണമെന്ന് തീരുമാനിക്കാൻ. തിരിച്ചറിയണം നമ്മള്. കൊതുവിന്റെ രക്തം പറഞ്ഞാൽ ഒന്നു മുറിയെന്നറിയാൻ വേണ്ടിയിട്ടല്ല, ശരീരത്തിൽ രക്തം സൂക്ഷിക്കണോ എന്നറിയാൻ വേണ്ടിയിട്ട് ആലിമീങ്ങൾ ചർച്ച ചെയ്തു. അന്ന് അവിടെ ഒരു തീരുമാനമെടുത്തു. ബ്രിട്ടീഷുകാർക്കെതിരെ സന്ധിയില്ലാ സമരമാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഇംദാദുള്ള മുഹാജിർ മക്കി റഹിമഹുല്ലയെ നായകനായി തെരഞ്ഞെടുത്തു. മഹാനായ പണ്ഡിതനാ. അതിനെപ്പറ്റി പഠിക്കണം ആരായിരുന്നു എന്ന്. വാറോലകൾ കേട്ട് പഠിച്ചാൽ പോരാ. അമീറുൽ മുഅ്മിനീനായ ഇംദാദുള്ള മുഹാജിർ മക്കി സാഹിബ് റഹ്മത്തുള്ളാഹി തആല അലൈഹി തെരഞ്ഞെടുത്തു. ചീഫ് കമാൻഡറായി മഹാനായ ഖാസിമുൽ ഉലൂം
മൗലാന മുഹമ്മദ് ഖാസിം നാനൂത്തവി റഹ്മത്തുള്ളാഹി തആല അലൈഹി. മുഹമ്മദ് ഖാസിം നാനൂത്തവി പേരൊക്കെ കുറിച്ചു വെച്ചോളി. എന്റെ പേരിന്റെ കൂടെ ഖാസിമി എന്ന് പറയുന്നത് ഖാസിം നാനൂത്തവിയുടെ പേരിനോട് ചേർത്തിട്ട ഖാസിമി ഡിഗ്രി അങ്ങനെയാ. അദ്ദേഹമാണ് ദാറുൽ ഉലൂം എന്ന പേരുള്ള സ്ഥാപനത്തിന് തുടക്കം കുറിച്ചത്. എന്തിനാണെന്നറിയോ? ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് സഹാറൻപൂർ ജില്ലയില് ദയൂബന്ദ് എന്ന പേരുള്ള ഒരു മുനിസിപ്പാലിറ്റി പട്ടണത്തില് ദാറുൽ ഉലൂം എന്ന പേരിൽ ചട്ടാ മസ്ജിദ് എന്ന പള്ളിയുടെ മുറ്റത്തൊരു മാതള മരത്തിന്റെ ചുവട്ടിലൊരു സ്ഥാപനം തുടങ്ങി. 1-2 വിദ്യാർത്ഥികളെ വെച്ചിട്ട് ദാറുൽ ഉലൂം എന്ന പേരിൽ. ഇന്ന് പോയി നോക്കിയാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ, പാകിസ്ഥാന്, ബംഗ്ലാദേശ്, ശ്രീലങ്ക, ബർമ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് പോലും 10,000-കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. അന്ന് എന്തിനാ തുടങ്ങിയെന്നറിയോ? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പണ്ഡിതന്മാര് വേണമെന്നുള്ള താല്പര്യത്തിലാണ്. മുൻഗാമികളൊക്കെ ചിന്തിച്ച് അങ്ങനെയാ അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങി. കൃത്യം 6 മാസം കഴിഞ്ഞപ്പോൾ സഹാറൻപൂർ എന്ന് പറയുന്ന പ്രദേശത്ത് മലാഹിറുൽ ഉലൂം എന്നൊരു സ്ഥാപനം തുടങ്ങി. ഇങ്ങനെ പല സ്ഥാപനങ്ങളും തുടങ്ങിയത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനാ. യുവ ഖാസിമിമാർ ഭരണകൂട ഭീകരവാദത്തിനെതിരെ ശബ്ദിക്കണം. ആ മഹാനായ മൗലാന മുഹമ്മദ് ഖാസിം നാനൂത്തവി റഹ്മുള്ള വലിയ ഉസ്താദ്, നമ്മളെ ഭാഷ പറഞ്ഞ വലിയ ഉസ്താദ്, പട്ടാളത്തിന്റെ ചീഫ് അഡ്വൈസറായിട്ട് മഹാനായ ഫഖീഹുൽ ഉമ്മ മൗലാന റഷീദ് അഹ്മദ് ഗംഗോഹി റഹ്മത്തുള്ളാഹി തആല അലൈഹി, ഫഖീഹുൽ ഉമ്മ, സമുദായത്തിന്റെ കർമ്മശാസ്ത്ര പണ്ഡിതനെന്ന് ലോകമാദരിച്ച മഹാൻ അദ്ദേഹമാണ് പട്ടാളത്തിന്റെ ചീഫ് അഡ്വൈസർ. വലിയ വലിയ ഉസ്താദന്മാര് ജിഹാദിന് വേണ്ടി ഇറങ്ങുക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. തീരുമാനമെടുത്ത് ബ്രിട്ടീഷുകാരെ വെറുതെ വിടാൻ പാടില്ല. മഹാനായ മുഹമ്മദ് റഹ്മത്തുള്ളാഹിയെ കൊലപ്പെടുത്തിയ ബ്രിട്ടീഷുകാര്, സയ്യിദ് അഹ്മദ് ഷഹീദ് റഹ്മത്തുള്ളാഹിയെ കൊലപ്പെടുത്തിയ ബ്രിട്ടീഷുകാര്, അവരെ നമുക്ക് വെറുതെ വിടാൻ പാടില്ല. ആ ബ്രിട്ടീഷുകാരും മെയിൻ റോഡിലൂടെ പീരങ്കിയും കൊണ്ട് കടന്നു വരുന്നു എന്ന വാർത്തയറിഞ്ഞപ്പോൾ മഹാനായ ഫഖീഹുൽ ഉമ്മ റഷീദ് അഹ്മദ് ഗംഗോഹി റഹ്മത്തുള്ളാഹിയുടെ നേതൃത്വത്തില് 40ഓളം പോരാളികളെ റോഡിന്റെ സൈഡിൽ ഒരു പൂന്തോട്ടത്തിൽ ഒളിച്ചിരിക്കുകയാണ്. തോക്കുമായിട്ട് വരുന്ന ബ്രിട്ടീഷുകാരാണ്, പീരങ്കിയുമായിട്ട് വരുന്ന ബ്രിട്ടീഷുകാരാണ്. അവരെ നേരിടുന്നതിന് വേണ്ടി 40ഓളം പോരാളികളിതാ റോഡിന്റെ വശങ്ങളിലുള്ള ഒരു പൂന്തോട്ടത്തിൽ ഒളിച്ചിരിക്കുകയാണ്. മുസ്ലിമുകളെ പരാജയപ്പെടുത്തി എന്ന സന്തോഷത്തോടെ ആ പട്ടാളക്കാര് അവരുടെ പീരങ്കിയും വലിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ ആ പൂന്തോട്ടത്തിന്റെ അടുക്കലേക്കെത്തിയപ്പോൾ മഹാത്മാക്കളിതാ ചാടി വീഴുകയാണ്. റഷീദ് അഹ്മദ് ഗംഗോഹി റഹ്മത്തുള്ളാഹിയുടെ നേതൃത്വത്തിലുള്ള പോരാളികൾ ബ്രിട്ടീഷുകാർക്കെതിരെ ചാടി വീഴുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ തക്ബീറിന്റെ മന്ത്രോച്ചാരണങ്ങളോടുകൂടി ആ പോരാളികൾ പെട്ടെന്ന് ചാടി വീണ് കഴിഞ്ഞപ്പോ ബ്രിട്ടീഷുകാര് ഭയപ്പെട്ടു പോയിരുന്നു. ആയുധങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടവര് പിന്തിരിഞ്ഞോടുകയാ. അന്ന് മഹത്തുക്കളെ കൊലപ്പെടുത്തിയ ബ്രിട്ടീഷുകാരന്റെ ടാങ്കറും വലിച്ചുകൊണ്ട് മഹാനായ റഹിമഹുള്ളയുടെ മുന്നിലേക്ക് റഷീദ് അഹ്മദ് ഗംഗോഹി റഹിമഹുള്ള കൊണ്ടുപോയി ഇഷ്ടപ്പെടുത്തുകയാ. ഒളിച്ചിരുന്നുള്ള ഗറില്ല ആക്രമണം ആരാ തുടങ്ങിയ അല്ല, മഹാനായ റഷീദ് അഹ്മദ് ഗംഗോഹി എന്ന കർമ്മശാസ്ത്ര പണ്ഡിതൻ തുടങ്ങി വെച്ചു. ഒളിച്ചിരുന്ന അറ്റാക്കിന് പീരങ്കി ആയിട്ടാ വരുന്ന. മുസ്ലിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ള എന്നത്തെ ചരിത്രം അറിയോ? നിസ്കാരം ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇമാം എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കും. പള്ളിയുടെ മിഹ്റാബിലാ ഇമാം എഴുന്നേറ്റ് നിന്നിട്ട് പ്രസംഗിക്കും. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടേണ്ടെന്ന ആവശ്യകത. അവിടെ ഇരിക്കുന്ന മുസ്ലിങ്ങളുടെ രക്തം തിളയ്ക്കും. കയ്യിലൊന്നുമില്ല. സുന്നത്തിന് വേണ്ടിയിട്ടെങ്കിലും ഒരു ആയുധം പിടിക്കണമല്ലോ, ഒന്നുമില്ല. എന്ത് ചെയ്യുമെന്നറിയോ? പള്ളിയുടെ മൂലയിൽ ഖുർആൻ വെച്ചിരിക്കുന്ന ഓതുന്ന റൈഹാലുണ്ടായിരുന്നു. ആ ഖുർആനിന്റെ തലമാരയിലേക്ക് വെച്ച് റൈഹാൽ ഒടിച്ച് 2 കഷണമാക്കി ഓരോരുത്തർ പിടിക്കും. അന്നത്തെ ആയുധം അതാ. ഈ റൈഹാലിന്റെ കഷണം കൊണ്ടുള്ള പോരാട്ടത്തിലാ പീരങ്കി പോലും ഇപ്പോഴത്തെ ബ്രിട്ടീഷുകാരൻ ഓടിയത്. ഇന്ത്യ രാജ്യത്തെ മുസ്ലിമിന്റെ പാരമ്പര്യം അതാണ്. അവിടെയും തീർന്നിട്ടില്ല. അടുത്ത പോരാട്ടം മഹാനായ മൗലാന മുഹമ്മദ് ഖാസിം നാനൂത്തവി റഹ്മത്തുള്ളാഹി തആല അലൈഹി മഹാനുഭാവൻ അടുത്ത പോരാട്ടത്തിന് തുടക്കം കുറിക്കുന്നു. പട്ടാള ക്യാമ്പ് ആക്രമിക്കണം.
ബ്രിട്ടീഷുകാരുടെ ഷാമിലുള്ള പട്ടാള ക്യാമ്പ് ആക്രമിക്കാൻ പോവുക. ആര്? വലിയ ഉസ്താദ്. അങ്ങനെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് വലിയ ഉസ്താദ് പോവുകയാ. മഹാനായ മൗലാന മുഹമ്മദ് ഖാസിയാനോ കബീർ റഹിമഹുള്ളയും മഹാനായ മൗലാന മുഹമ്മദ് ബാമിർ ഷഹീദ് റഹിമഹുള്ളയും ഇരുവരും നേതൃത്വം കൊടുത്ത പട്ടാളം പോവുകയാ. ഈ സമയത്ത് ഖാസിയാനോ കബീർ റഹിമഹുള്ള ഡൽഹിയിലെ ഹൈന്ദവ രാജാവിനോട് സഹായം തേടി. ഹിന്ദുവും മുസ്ലിമും ഒന്നിച്ചു നിന്നുള്ള പോരാട്ടമായിരുന്നു. വർഗീയതയുടെ വിശ്വസിത്തുകൾ പാകാൻ യാതൊരുവിധ വർഗീയവാദികളുമില്ലാത്ത കാലഘട്ടമാ. ഈ രാജ്യത്തിന്റെ മുന്നേറ്റത്തിന് വേണ്ടി മുസ്ലിം പണ്ഡിതന്മാരുടെ പിന്നിൽ അണിനിരന്നത് ഹൈന്ദവ പോരാളികളായിരുന്നു. മഹാനായ ഖാസിം കബീർ റഹിമഹുള്ളയുടെ മുഹമ്മദ് ബാമിർ ഷഹീദ് റഹിമഹുള്ളയുടെ മുസ്ലിം പോരാളികളായ പട്ടാളക്കാരുടെ ഭാഗത്ത് നിന്ന് കടന്നു പോകുമ്പോൾ ബ്രിട്ടീഷുകാരവരെ നേരിടാൻ വേണ്ടി തിരിഞ്ഞു നിൽക്കുകയാ. ഈ സമയത്തതാ ഡൽഹിയുടെ ഭാഗത്ത് നിന്ന് ഡൽഹി രാജാവിന്റെ പട്ടാളം വരികയാ. രണ്ട് പട്ടാളക്കാർക്കിടയിലും ബ്രിട്ടീഷുകാരെ പെട്ടുപോകുകയാണ്. അതിഭയങ്കരമായ പോരാട്ടം നടത്തുകയാ. അതിഭയങ്കരമായ പോരാട്ടം. തക്ബീറിന്റെ ധ്വനികളോട് അതേ സഹാബാക്കളുടെ ബദറിന്റെ രണഭൂമിയിൽ പോക്കുകളെ ഞങ്ങൾക്ക് വേണ്ട, വാണികളെ ഞങ്ങൾക്ക് വേണ്ട, പരിചകളെ ഞങ്ങൾക്ക് വേണ്ട, പണത്തട്ടകൾ ഞങ്ങൾക്ക് വേണ്ട, പീരങ്കികൾ ഞങ്ങൾക്ക് വേണ്ട. അല്ലാഹു ഞങ്ങൾക്ക് മതിയായവൻ, അല്ലാഹു ഞങ്ങൾക്ക് മതിയായവനെന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരേന്ത്യയിലെ പണ്ഡിത പോരാളികൾ പദരീങ്ങളെ സ്മരിച്ചുകൊണ്ട് അവരെ പോലെ ഉയർത്തിക്കൊണ്ട് പട്ടാളക്കാരുടെ മുന്നിലേക്ക് വരുമ്പോ ബ്രിട്ടീഷ് പട്ടാളക്കാർ പിന്തിരിഞ്ഞോടുകയാ. സിംഹാംലിയിൽ നിന്നവർ പിന്തിരിഞ്ഞോടുകയാ. അവര് പിന്തിരിഞ്ഞോടിയിട്ട് അവരുടെ കോട്ടക്കുള്ളിലേക്ക് കയറുകയാ. മുസ്ലിം പോരാളികൾ വിശാലമായ മൈതാനത്തിന്റെ നടുത്തളത്തിലുള്ളതായ ആ കോട്ടയെ വലയം ചെയ്യുകയാ. അതിനെ വളഞ്ഞു നിൽക്കുകയാ. അതിഭയങ്കരമായ ഉപരോധം ഏർപ്പെടുത്തുകയാ. ബ്രിട്ടീഷുകാർക്ക് പുറത്തു പോകാൻ കഴിയുന്നില്ല. ഉള്ളിൽ നിന്ന് കോട്ടവാതിലുകൾ അവർ പൂട്ടിയിടുകയാ. അങ്ങനെ മുസ്ലിം പണ്ഡിത പോരാളികൾ ഷാമിലിയുടെ കോട്ടക്കുള്ളിൽ വലയം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായ ആക്രമണമുണ്ടാവുകയാണ്. അപ്രതീക്ഷിതമായ തിരിച്ചടി ഉണ്ടാവുകയാ. കോട്ടക്കുള്ളിൽ പതിയിരുന്ന ബ്രിട്ടീഷുകാരുണ്ടല്ലോ, അവർ തങ്ങളുടെ തോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളെ കോട്ട വളഞ്ഞു നിൽക്കുന്ന മുസ്ലിം പണ്ഡിതന്മാർക്ക് നേരെ വെടിയുതിർക്കുകയാ. എത്രയോ പേര് വെടിയുതിർത്തുകൊണ്ട് വീടുപോകുകയാ. എത്രയോ പേര് ശരീരം പിറന്ന് രക്തമിടുകയാ. മഹാനായ മൗലാന മുഹമ്മദ് ബാമിർ ഷഹീദ് റഹിമഹുള്ള അതേ തലയുടെ പിന്നാലെ വെടിയുണ്ടയത്തുകൊണ്ട് മരണപ്പെട്ടു പോകുകയാ. ആയിരക്കണക്കിന് പണ്ഡിതന്മാർ ഇങ്ങനെ മരണപ്പെട്ടു പോകുമ്പോ പടച്ചവരെ ഇവിടെ മുസ്ലിമീങ്ങൾ ഭയപ്പെടുകയാണോ? അല്ല ഇവിടെ ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങൾ തോൽവിയുടെ കൈപ്പമേറ്റു വാങ്ങേണ്ടി വരികയാണോ എന്ന് ചിന്തിച്ച് മഹാനായ ഖാസിമുൽ ഉലൂം മൗലാന മുഹമ്മദ് ഖാസിം കബീർ റഹിമഹുള്ള കൂടം തന്നെ മഹാനവറുകളിൽ തന്ത്രം പ്രയോഗിക്കുകയാ. വെടിയുണ്ടകൾ ഇങ്ങനെ ചീറിപ്പായുന്നതിനിടയില് ഖാസിം കബീർ റഹിമഹുള്ള ഓടുകയാ. വെടിയുണ്ടകൾക്കിടയിലൂടെ ഓടുകയാ. ഒരു ഭയപ്പാടുമൊന്നുണ്ടായിരുന്നില്ല. ഭയപ്പാടിന്റെ ഒരു ചെറുലാഞ്ചന പോലും വന്നില്ല. ബ്രിട്ടീഷുകാരന്റെ വെടിയുണ്ടകൾക്കിടയിലോട് മഹാനായ മൗലാന നാനൂറ്റബി ഓടുകയാ. ഓടിച്ചെന്ന് തൊട്ടടുത്തുള്ളതായ ഒരു ഓലപ്പുഴ ഇറക്കിയെടുക്കുകയാ. ആ ഓലപ്പുഴ ഇറക്കിയെടുത്തുകൊണ്ട് വന്നു കോട്ടവാതിൽ തന്നോട് ചേർത്ത് വെച്ചിട്ട് തീ കൊളുത്തുകയാ. ഓലപ്പുഴ കത്തുന്നത് അതോടൊപ്പം കോട്ടയുടെ വാതിലും തീ പിടിക്കുകയാ. കോട്ടവാതിൽ തകർന്ന് വീഴുകയാ. മുസ്ലിം പോരാളികൾ കോട്ടക്കുള്ളിലേക്ക് എത്തികയറുകയാ. തോക്കുമായി നിൽക്കുന്ന ബ്രിട്ടീഷുകാരെ മുഴുവനുമല്ല അവര് പരാജയപ്പെടുത്തുകയാ, കൊലപ്പെടുത്തുകയാ. അങ്ങനെ ഷാമിലിലുള്ള പട്ടാള ക്യാമ്പിൽ ഒരു പട്ടാളക്കാരൻ പോലും അവശേഷിക്കുന്നില്ല. പട്ടാള ക്യാമ്പ് ആക്രമിച്ചു. വെടിയുണ്ടകൾക്കിടയിലൂടെ ഓടി ഓലപ്പുര ഇളക്കിയെടുത്തു. കോട്ടവാതിലിനോട് ചേർത്തങ്ങട്ട് കത്തിച്ചു. ആരുടെ കാര്യവാ? ആരുടെ കാര്യവാ? ഏത് അരമിക്കറിട്ടവനെന്നുണ്ടായിരുന്നു അത് ചെയ്യാൻ? ചിന്തിക്കണം നമ്മൾ. ഈ പറയുന്നവർക്കൊക്കെ എന്ത് അവകാശമാണുള്ളത്? ഈ പറയുന്നവർക്കൊക്കെ ഇന്ത്യ രാജ്യവുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? ഏതോ ലഖ്നൌവിൽ നടന്ന ഒരു പോരാട്ടത്തിൽ പോരാട്ടം നടത്തി ബ്രിട്ടീഷ്
ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തി. അന്നവിടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ പിടിച്ചുകൊണ്ടുപോയി അവസാനം കോടതിയിൽ ഇങ്ങനെ വിചാരണ നടക്കുമ്പോൾ അതിനിടയിൽ ഒരു മനുഷ്യൻ നിന്നിട്ട് പറയുന്നുമില്ല, ഞാൻ നിരപരാധിയാണ്, ഞാൻ നിരപരാധിയാണ്, ഞാൻ ഈ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല, ഞാൻ അതുവഴി വെറുതെ നടന്നു വന്നപ്പോ എന്നെ പിടിച്ചുകൊണ്ടുപോയതാ, ഞാൻ ഒരിക്കലും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടൂല. അങ്ങനെ പറഞ്ഞിട്ട് എഴുതി ഒപ്പിട്ടു കൊടുത്തു ബ്രിട്ടീഷുകാർക്ക്. അയാളെ വെറുതെ വിട്ടു. ആരാന്നറിയോ? ഇന്ത്യ രാജ്യത്തിന്റെ കഴിഞ്ഞുപോയ ബഹുമാന്യനായ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി എഴുതി ഒപ്പിട്ടു കൊടുത്തു. ഞാൻ അറിയാതാണ് എനിക്ക് വന്നതാ, എന്റെ വിട്ടേക്കണമെന്ന്. ഇവർക്കൊക്കെ എന്ത് അവകാശമാണ് ഇവർക്കുള്ളത്? എന്ത് പാരമ്പര്യമാണ് ഇവർക്കുള്ളത്? വെടിയുണ്ടകൾക്കിടയിലൂടെ ഓടിപ്പോയി കോട്ടവാതിൽ തകർത്തിട്ട് അതിനുള്ളിലേക്ക് കടന്നു മഹാനായ മൗലാന മുഹമ്മദ് ഖാസിം നാനൂത്തായി റഹ്മത്തുള്ളാഹി. സഹോദരിമാർ ഒരുപാടുണ്ടല്ലോ. ഇത് പെണ്ണുങ്ങളും കേൾക്കേണ്ട കാര്യം തന്നെ. ഈ വഅദ് സദസ് എന്നൊക്കെ പറഞ്ഞ് ആകെ ഇങ്ങനെ പെണ്ണുങ്ങളെ വർഷങ്ങളായിട്ട് ഹൈദുൽ നിഫാസിൽ മുക്കിയെടുക്കുക. അതൊന്നും പറഞ്ഞപ്പോ പെണ്ണുങ്ങൾക്ക് സ്വർഗമുണ്ടോ, നരകമുണ്ടോ, അസറായിലൊക്കെ ഉണ്ടാവോ, ഖബറൊക്കെ ഉണ്ടാവോ? എന്റെ ഉമ്മപെങ്ങന്മാരൊക്കെ ഇത് കേൾക്കണം. ഈ രാജ്യത്തിന്റെ ചരിത്രം അറിയണം. എപ്പോഴും ഇങ്ങനെ യൂസുഫ് നബിയുടെയും സുലൈഖയുടെയും ചരിത്രം പറഞ്ഞ് ഇങ്ങനെ സുഖിപ്പിച്ചുകൊണ്ടിരുന്നാൽ പറ്റുമോ? ഇല്ലല്ലോ. ഇതൊക്കെ അറിയണ്ടേ? ഉമ്മമാർക്ക് സ്വാതന്ത്ര്യ സമരത്തിലെ സ്ത്രീകളുടെ പങ്കറിയോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പെണ്ണുങ്ങൾ പൊതുരംഗത്തേക്ക് ഇറങ്ങുന്ന എനിക്ക് വലിയ താല്പര്യമില്ല. ഞാൻ തുറന്നു പറയാം. ഒരു പെണ്ണ് വന്ന് പൊതുപ്രസംഗം നടത്തുന്നതും വ്യക്തിപരമായി എനിക്ക് ഇതുവരെയും താല്പര്യമില്ല. പക്ഷെ അൽഹംദുലില്ലാഹ് കുറച്ച് ദിവസങ്ങൾക്കും എന്റെ വാട്സാപ്പിൽ ഒരു പെൺകുട്ടിയുടെ പ്രസംഗം കിട്ടി. സത്യം പറഞ്ഞാൽ വല്ലാഹി എനിക്ക് വളരെ സന്തോഷമുണ്ടായി. ഇന്ത്യ രാജ്യത്തിന്റെ നിഴലുള്ളവരുള്ള സാഹചര്യങ്ങൾ ഈ പെൺകുട്ടികൾ അറിയുന്നുണ്ടല്ലോ. അതിനെതിരെ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലെങ്കിലും ഒന്ന് പ്രതികരിക്കുന്നല്ലോ. വല്ലാത്ത സന്തോഷം. പെണ്ണുങ്ങളൊക്കെ ഇതറിയണം. വളർന്നു വരുന്ന ഒരു സമുദായത്തെ വളർത്തിക്കൊണ്ടുവരേണ്ടുന്നത് ഉമ്മമാരാ. ഉമ്മമാര് വേണം ഈ ധീരമഹത്വക്കല്ല. ഇനി ഈ ചന്ദനമഴയും സീരിയലൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കണം. സന്ധ്യാസമയത്ത് മക്കളെയൊക്കെ വിളിച്ചിരുത്തി ഇസ്ലാമിന്റെ ചരിത്രം പഠിപ്പിച്ചു കൊടുക്കും, ടിപ്പു സുൽത്താന്റെ ചരിത്രം പഠിപ്പിച്ചു കൊടുക്കും, സഹാബാക്കളുടെ ചരിത്രമില്ലേ, അതൊക്കെ ഒന്ന് ഉമ്മായും മക്കളും ചേർന്നിട്ട് അരമണിക്കൂറൊന്ന് വായിച്ചൂടെ? അതൊക്കെ ഒന്ന് പഠിച്ചൂടെ? എന്റെ ഉമ്മപെങ്ങന്മാർക്ക് നിങ്ങൾക്ക് ഈ വിഷയമായി ബന്ധമില്ല എന്ന് കരുതരുത്. ഇന്ത്യ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങളിൽ എത്രയോ മഹത്തുക്കളായ ധീരവനിതകളുടേതായ പങ്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചരിത്രങ്ങളിൽ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. ബക്കിംഗ്ഹാമിന്റെ കൊട്ടാരത്തിന്റെ കരിങ്കൽ കഷണങ്ങൾ പോലും ഉറപ്പിച്ചുകൊണ്ട് മഹാനായ മൗലാന മുഹമ്മദ് അലി ജൗഹർ ഉണ്ടല്ലോ, ഇന്ത്യ രാജ്യത്തിന്റെ ധീരനായ പോരാളി. ബ്രിട്ടീഷുകാരന്റെ മുമ്പിൽ ചെന്ന് ബക്കിംഗ്ഹാം കൊട്ടാരങ്ങളുടെ അകത്തളങ്ങളിലേക്ക് കടന്നു ചെന്ന് ബ്രിട്ടീഷുകാരന്റെ മുന്നിൽ നിന്ന് ധീരമായി പ്രഭാഷണം നടത്തിയ മഹാനായ മൗലാന മുഹമ്മദ് അലി ജൗഹർ ഉണ്ടല്ലോ. ബ്രിട്ടീഷുകാര വെള്ളപ്പട്ടികള്, ഒന്നുകിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ നിങ്ങൾ സ്വാതന്ത്ര്യം തരിക, അല്ലെങ്കിൽ സ്വസ്ഥമായി മരിച്ച് മണ്ണറ മറമാടപ്പെടാൻ 6 മണ്ണ് തരിക എന്ന് പറഞ്ഞ് ബ്രിട്ടീഷ് വെള്ളപ്പട്ടികളെ പോലും ഭയപ്പെടുത്തിയ മഹാനായ മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ചരിത്രം ചെറുത്തു കഴിയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാർ അറിയോ, മൗലാന മുഹമ്മദ് അലി ജൗഹർ ഈ ആവേശം പകർന്നു കിട്ടിയത് വളരുന്ന മഹാനായ മൗലാന മുഹമ്മദ് തോട്ടത്തിലേക്ക് ഈ ആവേശം പകർന്നു കിട്ടിയത് വളരുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾ അറിയുക. ഈ 2 പ്രിയപ്പെട്ട മക്കളെ ഉൾപ്പെടെ 4ഓളം മക്കളെ രാജ്യത്തിന് വേണ്ടി മാറ്റിവെച്ച ഒരു ധീരനായ മഹതിയുടെ ചരിത്രം നമുക്ക് കാണാം. 27ാമത്തെ വയസ്സിൽ ഭർത്താവ് മരണപ്പെട്ടുപോയ 27ാമത്തെ വയസ്സിൽ ഒരു യുവതിയായിരിക്കുമ്പോൾ വിധവയാകേണ്ടി വന്ന ആബിദ ബീഗം എന്ന പേരുള്ള ഒരു മഹതിയുടെ ചരിത്രം നമുക്ക് കാണാം. ബീവി ആബിദ ബീഗം ബി ഉമ്മ എന്ന പേരിൽ പരിചയപ്പെടുത്തപ്പെടും. അതുകൊണ്ടായിരുന്നു മലപ്പുറത്തെ പല ഉമ്മമാർക്കും ബി ഉമ്മ എന്ന് പേരാ. ബി ഉമ്മ എന്താ അതിന് അർത്ഥമുണ്ടോ? ഇല്ല. ആ ബീഗം ആബിദയോടുള്ള സ്നേഹം കൊണ്ട് അന്നുള്ള പാപ്പമാരിട്ട് കൊടുത്തതാ ബി ഉമ്മാന്ന്. അറിയോ ആരാന്ന്? ഉമ്മമാർക്ക് അറിയോ അതൊക്കെ ആരാന്ന്? മഹതിയായ ബി ഉമ്മ ഉണ്ടല്ലോ, 27ാമത്തെ വയസ്സിൽ പറക്കമുറ്റാത്ത 4 മക്കളെയും കയ്യിലിട്ടുകൊണ്ട് തന്റെ ഭർത്താവ് യാത്രയാകുമ്പോൾ അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കുകയില്ല. കൂലിപ്പണി ചെയ്തുകൊണ്ട് തന്റെ കുടുംബത്തെ പോറ്റി വളർത്തിയില്ലേ, തന്റെ മക്കളെ പോറ്റി വളർത്തിയില്ലേ. മഹാനായ മൗലാന മുഹമ്മദ് അലിയെ ദാറുൽ ദൈവം വിട്ട് പഠിപ്പിച്ചു. ബീഗം ആബിദ ദൈവം വിട്ട് പഠിപ്പിച്ചു. അലിഗർ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പറഞ്ഞു വിട്ടു. വിധവാ പെൻഷൻ വാങ്ങിയിട്ടല്ല, ആരുടെയും മുന്നിൽ പോയി കൈനീട്ടിയിട്ടല്ല,
വളരുമ്പോൾ ഒരു ദിവസം മഹാനായ മൗലാന മുഹമ്മദ് അലി ജൗഹർ ഉമ്മാക്ക് കത്തെഴുതി, ഉമ്മ, ഞാനിങ്ങനെ പഠിക്കുമ്പോൾ, ഉന്നത വിദ്യാഭ്യാസം നേടുമ്പോൾ എന്റെ രാജ്യം അനുഭവിക്കുന്ന കഷ്ടപ്പാട്, രാജ്യം നേരിടുന്നതായ പ്രശ്നമുണ്ട്, രാജ്യം നേരിടുന്ന ബുദ്ധിമുട്ടുണ്ട്, നൂറുകണക്കിന് ആളുകൾ രക്തസാക്ഷികളാക്കപ്പെടുന്നു, രാജ്യത്തെ ഭരണകൂടം തകർന്ന് തരിപ്പണമായി, ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യം നഷ്ടമായി. ഉമ്മ, ഈ സമയത്ത് ഉമ്മാന്റെ പൊന്നുമോൻ ഇങ്ങനെ പഠിച്ചുകൊണ്ട് നടന്നാൽ മതിയോ? അതുകൊണ്ട് എന്റെ ഉമ്മ എനിക്ക് അനുവാദം തരുമോ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പങ്കെടുക്കാൻ? ഒരു ഉമ്മാനോട് മകൻ കത്തെഴുതി ചോദിക്കുക. ഇന്നത്തെ ഉമ്മമാരോട് ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ പറഞ്ഞിട്ട്, ഉമ്മ, സത്യത്തിന് വേണ്ടി ഒന്ന് രംഗത്ത് വരാൻ ഉമ്മാന മോനെന്ന അവസരം തരുമെന്ന് ചോദിച്ചാൽ, എന്റെ പൊന്നുമോനെ, നമുക്ക് കഞ്ഞിയും കുടിച്ച് ജീവിച്ചാൽ മതിയല്ലോ, നമുക്കങ്ങനെ ജീവിച്ചാൽ മതിയല്ലോ. ബഹുമാനായ ബീഗം മാബിദാം മറുപടി എഴുതുകയാ. പൊന്നുമോനായ മൗലാന മുഹമ്മദ് അലിക്കും ഷൗക്കത്തലിക്കും മറുപടി എഴുതുകയാ. പ്രിയപ്പെട്ട മക്കളെ, 27ാമത്തെ വയസ്സിൽ നിങ്ങളുടെ ഉപ്പ മരണപ്പെട്ടു പോയിട്ടും എല്ലുമുറിയ പണിയെടുത്ത് നിങ്ങളുടെ ഉമ്മ നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത് എന്തിനെന്ന് നിങ്ങൾ കരുതി? നിങ്ങളൊക്കെ വലിയ ഉദ്യോഗസ്ഥരായിരിക്കുമ്പോൾ ഉമ്മയ്ക്ക് ഉപസാര സമാനമായ ബംഗ്ലാവ് പണിതിടന്നിട്ട് അതിൽ സുഖലോലുപതയുടെ പ്രതീക്ഷയിൽ ഒരു രാഷ്ട്രീയ പോലലിന്റെ ഉമ്മയെ വാഴിക്കാൻ വേണ്ടി തല്ല പൊന്നുപോലെ നിങ്ങളെ ഉമ്മ വളർത്തി വലുതാക്കിയത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിങ്ങൾ വരാൻ വേണ്ടിയിട്ടാ. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയുക, ഈ പാവപ്പെട്ട ഉമ്മയ്ക്ക് നിങ്ങളുടെ അഞ്ചെട്ട് ശമ്പളം കൊണ്ട് നിങ്ങൾ രമ്യഹർമ്മങ്ങൾ അമ്പരതുമ്പികളായ കൊട്ടാരങ്ങൾ പണിത് തരുന്നതിനേക്കാൾ ഈ വീതം ആപിതായിക്കപ്പെടുന്നത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിങ്ങൾ വീരരക്തം സാക്ഷിത്വം വഹിക്കണം മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ മക്കൾക്ക് കത്തെഴുതിയിട്ട് ആ മക്കളെ ഈ രാജ്യത്തിന്റെ പോരാട്ടത്തിന്റെ മാർഗത്തിലേക്ക് പറഞ്ഞുവിട്ട വീതം ആപിതയുടെ ചരിത്രങ്ങൾ എന്റെ ഉമ്മമാരിലൂടെ ഈ രാജ്യത്ത് വീണ്ടും മണ്ണൊട്ടമാക്കപ്പെടണം, വീണ്ടും ചരിത്രം തിരുത്തി കുറിക്കപ്പെടണം. ബീഗമാബിത കേരളത്തിൽ തലശ്ശേരിയിൽ ഖിലാഫത്ത് പ്രക്ഷോഭത്തിൽ പ്രസംഗിക്കാൻ ശ്രമിച്ചുള്ള ആളാ ബീഗമാബിത. കോഴിക്കോട്ട് വെച്ച് ഒരു ഭയങ്കരമായ സ്വീകരണം കൊടുത്ത് സ്വീകരിച്ചു. പെണ്ണിനെയാ. ഉമ്മമാർക്കത് തിരിച്ചറിയണം. മടിത്തട്ടിൽ വളരുന്ന മക്കൾക്ക് മായാവിയുടെ കഥയല്ല പറഞ്ഞു കൊടുക്കേണ്ടത്, കാർട്ടൂണും സൂപ്പർമാനും അല്ല, സന്ധ്യാസമയത്ത് സീരിയലിന് മുന്നിൽ പിടിച്ചു നിർത്തലല്ല, ഇസ്ലാമിക ബോധത്തോടുകൂടി വളർത്താൻ പറ്റണം. വളർന്നു വരുന്നൊരു തലമുറയെ ഈ രാജ്യത്തിന്റെ സ്വസ്ഥമായി ഒരു നിയമനിർമ്മാണ സംഹിതയോടുകൂടി ഈ രാജ്യത്ത് സ്വസ്ഥമായ ഒരു ജീവിതത്തിന് വേണ്ടി ഈ രാജ്യത്ത് മുഴുവൻ പൊതുജനത്തിലും ഒരു സ്വൈര്യമായ ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്ന ചുണക്കുട്ടികളായ ആൺകുട്ടികളായി നിങ്ങളുടെ മക്കളെ വളർത്തെടുക്കാൻ പറ്റണം. അതുകൊണ്ട് ഉമ്മമാരൊക്കെ ഇത് കേൾക്കണം. എന്റെ അഭിപ്രായത്തിൽ ഉമ്മമാരാണിത് കേൾക്കേണ്ടത്. എന്നിട്ട് മടിയിലിരിക്കുന്ന മകന് പറഞ്ഞു കൊടുക്കണം ടിപ്പു സുൽത്താന്റെ ചരിത്രം, മകന് പറഞ്ഞു കൊടുക്കണം കുഞ്ഞാലി മരക്കാരുടെ ചരിത്രം. വെള്ളപ്പട്ടാളക്കാർക്കെതിരെ കടലിന്റെ ഊഴങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് അത് ഭയങ്കരമായ പോരാട്ടം നടത്തി. ബ്രിട്ടീഷുകാരന്റെ ഉറക്കം കെടുത്തിയിട്ട് കടൽ വഴി ബ്രിട്ടീഷുകാരൻ ആക്രമിക്കാതെ കഴിയില്ല എന്ന് സാമൂഹിക മുഴുവനും ഉറപ്പുകൊടുത്തുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ സ്വസ്ഥമായൊരു ജീവിതത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ബഹുമാനായ കുഞ്ഞാലി മരക്കാരന്മാരുണ്ടല്ലോ. അവസാനം ഈ രാജ്യം ഭരിച്ചിരുന്ന വിശ്വസ്തനായ സാമൂഹിക തന്നെ ഒറ്റപ്പെടുത്തി അദ്ദേഹത്തെ ഒറ്റുകൊടുത്തിട്ട് ബ്രിട്ടീഷുകാർ പിടിച്ചുകൊണ്ട് പോയി ഗോമയുടെ കടപ്പുറത്ത് വെച്ച് കൊലപ്പെടുത്തി ശരീരം 4 കഷണമാക്കിയിട്ട് തലയത് തൊപ്പിലിട്ട് സൂക്ഷിച്ചു വെച്ച് കണ്ണൂരോ മറ്റോ കൊണ്ടുവന്ന മലയാളികളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ കുഞ്ഞാലി മരക്കാരന്മാരുടെ ചരിത്രം പറഞ്ഞു കൊടുക്കണം. വെളിയങ്കോട് മുറത്താളി റഹ്മയുടെ ചരിത്രം പറഞ്ഞു കൊടുക്കണം. തസ്ബീഹും മാലയുമായി എവിടെയെങ്കിലും ഇരുന്ന ഊറാതിരിക്കലല്ല വീണെന്ന് മനസ്സിലാക്കി ഈ രാജ്യത്ത് സ്വസ്ഥമായ ഒരു ജീവിതത്തിന് വേണ്ടി പ്രതിരോധത്തിന്റെ പതാകകളും എടുത്ത് കടന്നു വന്ന സയ്യിദ് മമ്പർമ അലവി തങ്ങൾ റഹിമഹുള്ള മഹാനുഭാവന്റെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഈ മഹത്വക്കളുടെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കണം. ബഹുമാനൂർ സുഹൃതാക്കളുടെ ചരിത്രം പറഞ്ഞു കൊടുക്കണം. ത്യാഗൻ റാജലിയിലൂടെ ഈ രാജ്യത്ത് ധീരരക്ഷ സാക്ഷ്യത്വം നടത്തിയ മഹത്വക്കളുടെ ചരിത്രം നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇത് നമ്മൾ പങ്കുവയ്ക്കാൻ തയ്യാറാകണം. എന്റെ സഹോദരങ്ങളെ, അന്ന് ഉത്തരേന്ത്യയിലെ പണ്ഡിതന്മാർ പറയുകയാ, 3 മാസത്തോളം ഒരു ട്രെയിനിനുള്ളിൽ ഒരു ഇരുമ്പ് കൂട്ടിനകത്തിട്ട് അവരെ കൊണ്ടുപോകുകയാ. 3 മാസമായിരുന്നു യാത്ര. 3 മാസം ട്രെയിൻ കമ്പാർട്ട്മെന്റിനുള്ളിൽ ഇരുമ്പ് കൊണ്ടൊരു കൂടുണ്ടാക്കും. ആ ഇരുമ്പ് കൂടിനകത്ത് കൂർത്ത കമ്പികളുണ്ടായിരുന്നു. ഈ കൂട്ടിനകത്താണ് ഇവരെ കൂട്ടം കൂട്ടമായിട്ടും ട്രെയിൻ ഇങ്ങനെ അനങ്ങി യാത്ര ചെയ്യുമ്പോൾ കുലുങ്ങി അവരുടെ ശരീരത്തിൽ ഈ മുള്ളുകൾ കൊള്ളും. ശരീരം കീറി മുറിയും.
3 മാസത്തോളം മരുന്നില്ലാതെ യാത്ര ചെയ്തു. ഭക്ഷണവും വെള്ളവും മാത്രം കൊടുക്കും. 3-ാമത്തെ മാസം ട്രെയിൻ നിർത്തി, കതക് തുറന്നു, പുറത്തിറങ്ങി. രക്തം ഇങ്ങനെ ഒഴുകുക. അവശരായി അവരിങ്ങനെ നിൽക്കുമ്പോൾ ബ്രിട്ടീഷുകാരൻ പറഞ്ഞു, നിങ്ങളുടെ ജീവിതം അവസാനിച്ചിരിക്കുന്നു, എല്ലാത്തിനെയും വെടിവെച്ച് കൊല്ലാൻ പോവാ. അവശരായി നിന്ന ഉലമാക്കളെല്ലാം ഉണർന്നു, പരസ്പരം ആലിംഗനം ചെയ്യാൻ തുടങ്ങി, പുഞ്ചിരി തൂകാൻ തുടങ്ങി. ബ്രിട്ടീഷുകാരൻ അത്ഭുതപ്പെട്ടുപോയി. എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? എന്താ നിങ്ങൾ ഈ ചെയ്യുന്നത്? ഉടൻ തന്നെ ആ പണ്ഡിത മഹത്വക്കൾ കരുതി, വെള്ളപ്പട്ടികളെ നിങ്ങൾ എന്ത് കരുതി? 3 മാസം അതിക്രൂരമായി പീഡിപ്പിച്ചിട്ട് നിങ്ങളെ ഞങ്ങൾ ഇവിടെ തുറന്നിട്ടിട്ട് ഞങ്ങളെ വെറുതെ വിടുമെന്ന് പ്രതീക്ഷിച്ചല്ലോ ഞങ്ങൾ വന്നത്. ഞങ്ങളൊക്കെ അല്ലാഹുവിന്റെ മുന്നിൽ വീരരക്തസാക്ഷികളാകുവാനും രക്തസാക്ഷിത്വത്തെ കുതിച്ചുകൊണ്ട് കടന്നു വന്നവരും പരസ്പരന്റെ വിശുദ്ധവും വിശാലവുമായി സ്വർണ്ണനോടൊക്കെ പച്ചപ്പറവുകളായി പാതിപ്പറക്കാൻ കടന്നു വന്നവരുമാണ് എങ്കിൽ ആ രക്തസാക്ഷിത്വത്തെ മോഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ സന്തോഷിച്ചത് എന്ന് ബ്രിട്ടീഷുകാരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരി തൂകി പൊട്ടിച്ചരിച്ചുകൊണ്ട് അവർ പറയുമ്പോൾ ബ്രിട്ടീഷുകാരൻ പോയിരുന്ന് വീണ്ടും കമ്മിറ്റി കൂടി എന്നിട്ട് തീരുമാനമെടുത്തു. ഇവരാഗ്രഹിക്കുന്നത് ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കാനാണെങ്കിൽ അതിനൊരവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ട. ഒന്നില്ല, നാട് കടത്തി. ഈ രാജ്യത്തിന് വേണ്ടി അങ്ങനൊന്നും നീ മരിക്കണ്ട എന്ന് പറഞ്ഞു. അതിനുപോലും തയ്യാറായ പാരമ്പര്യമാണ് ഇന്ത്യ രാജ്യത്തെ മുസ്ലിമുകൾക്കുള്ളത്. ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിട്ടു. മഹാനായ മൗലാന മുഹമ്മദ് ഖാസിം നാനൂത്തലി റഹ്മത്തുള്ളാഹി അറസ്റ്റ് ചെയ്യാൻ ചത്താമത്തിലേക്ക് ആളുവന്നു. മഹാനുഭാവൻ നിസ്കാരം ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ദിക്ർ ചെയ്തുകൊണ്ട് നടക്കുക. വന്ന പട്ടാളക്കാർക്ക് ആരാണ് ഖാസിം നാനൂത്തലി എന്നറിയില്ല. അദ്ദേഹത്തോട് തന്നെ വന്നിട്ട് ചോദിച്ചു, ഈ ഖാസിം നാനൂത്തലി എന്ന് പറയുന്ന മനുഷ്യനുണ്ടെന്നോ എന്ന് ചോദിച്ചു. അദ്ദേഹം ചോദിച്ചു, കാര്യം എന്താ? അറസ്റ്റ് ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞു. ഞാനാണെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകും, ഞാനല്ലെന്ന് പറഞ്ഞാൽ അത് കള്ളമാണ്. എന്താ ചെയ്യാ? മഹാനുഭാവൻ അല്പം ആലോചിച്ചു. എവിടെയാണോ നിന്നത് അവിടെ നിന്ന് ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് മാറി നിന്നിടത്തും ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് മാറി നിന്നു. എന്നിട്ട് പട്ടാളക്കാരോട് പറഞ്ഞു, ഖാസിം നാനൂത്തലിയല്ലേ? അതെ. ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങോട്ട് മാറിയിട്ടേ ഉള്ളൂ. കള്ളമല്ലല്ലോ, ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു, അങ്ങോട്ട് മാറിയിട്ടേ ഉള്ളൂ. ആണോ? അവരവിടെ മുഴുവൻ അന്വേഷിച്ചു, കിട്ടിയില്ല. നേതാക്കന്മാരുടെ അടുക്കൽ പോയി, ആളെ കിട്ടിയില്ല. അവിടെ ഒരു മുല്ലാക്ക ഉണ്ടായിരുന്നു, മുല്ലാക്കാന്റെ അടയാളങ്ങളൊക്കെ പറഞ്ഞു. അതാണ് ഖാസിം നാനൂത്തലി. പിടിച്ചോണ്ടുവരാൻ പറഞ്ഞു. പട്ടാളക്കാർ പോയപ്പോ അദ്ദേഹത്തിന്റെ രോമം പോലില്ല, ഒളിവിലാണ് മഹാനുഭാവൻ. 3 ദിവസം ഒളിച്ചു കഴിഞ്ഞു. 4-ാമത്തെ ദിവസം പുറത്തു വന്നു. എവിടെ കണ്ടാലും അറസ്റ്റ് ചെയ്യാനുള്ള ഓർഡറാണ്. 3 ദിവസം ഒളിവില. 4-ാമത്തെ ദിവസം പുറത്തു വന്നു. ശിഷ്യന്മാരൊക്കെ ചോദിച്ചു, എന്തിനാ ഉസ്താദെ പുറത്തു വന്ന? കുറേ ദിവസം കൂടെ അകത്തിരുന്നൂടെ? നിങ്ങളിപ്പോ പുറത്തു വന്നതെന്തിനാ? കുറച്ചു ദിവസവും കൂടി നിങ്ങൾക്ക് അകത്തിരുന്നുകൂടായിരുന്നോ? മഹാനായ മൗലാന മുഹമ്മദ് ഖാസിം നാനൂത്തലി റഹ്മത്തുള്ളാഹി അന്ന് തന്റെ ശിഷ്യഗണങ്ങളോടും കൂട്ടുകാരോടും പറഞ്ഞു, നിങ്ങൾ എന്ത് കരുതി? ബ്രിട്ടീഷ് പട്ടികളെ പേടിച്ചിട്ടാണ് ഞാൻ 3 ദിവസം ഒളിവിൽ കഴിഞ്ഞതെന്ന് കരുതിയോ? അല്ല. എന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുറൈശി പട്ടാളക്കാരുടെ കയ്യിൽ പെടാതിരിക്കാൻ 3 ദിവസമാണ് സൗറബുദയിൽ ഒളിവിൽ കഴിഞ്ഞതെങ്കിൽ എന്റെ ഹബീബിനോടുള്ള പ്രേമം കൊണ്ട് ആ ഹബീബിന്റെ സുന്നത്ത് കിട്ടാൻ വേണ്ടിയിട്ട എന്റെ റസൂലും 3 ദിവസം ഒളിച്ചു കഴിഞ്ഞതുപോലെ ഞാനും ഒളിച്ചു കഴിഞ്ഞത്, അല്ലാതെ ബ്രിട്ടീഷുകാരെ പേടിച്ചിട്ടല്ല. മഹാനായ മൗലാന മുഹമ്മദ് ഖാസിം നാനൂത്തലി പറഞ്ഞു, ബ്രിട്ടീഷുകാരെ പേടിച്ചിട്ടൊന്നുമല്ല. റസൂലുള്ള 3 ദിവസം സൗറബുദയിൽ ഒളിച്ചിരുന്നില്ലേ? ആ സുന്നത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ ജീവിതത്തിൽ ദീനും അതേപോലെ ഉണ്ടായിരുന്നു. റഷീദ് അഹമ്മദ് ഗംഗോയി റഹ്മത്തുള്ളാഹിയുടെ പ്രവാചക സ്നേഹമൊക്കെ പറഞ്ഞാൽ മദീനത്തുനിന്ന് വരുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് ചോദിച്ചു, ഉസ്താദിന് എന്ത് കൊണ്ടുവരണമെന്ന്. റൗളാ ഷരീഫിന്റെ മുമ്പിൽ നിന്ന് ഒരു പിടി മണ്ണ് കൊണ്ടുതരുമെന്ന് ചോദിച്ചു. കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെള്ളത്തീറ്റ് വിൽക്കാനല്ല. എന്തിനാ പിന്നെ ഈ മണ്ണെന്തിനാ? മണ്ണിങ്ങനെ കൊണ്ടുവന്നപ്പോ ഇരു കൈകളും നീട്ടി വാങ്ങി എന്റെ ഹബീബിന്റെ റൗളയുടെ മണ്ണുകളെന്ന് പറഞ്ഞ് ചുംബനം കൊടുത്തു. സ്വന്തമായി ആ മണ്ണ് അദ്ദേഹം പൊടിച്ചു തരികളാക്കി കണ്ണിലിടുന്ന സുറുമയിൽ മിക്സ് ചെയ്തു. എന്റെ റസൂലിന്റെ റൗളയിലെ മണ്ണ് റഷീദ് അഹമ്മദിന്റെ കണ്ണിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞു. ഇത്ര വലിയ പ്രവാചക പ്രേമികളായിരുന്നുവാണ്. മഹാനായ അഷ്റഫ് അലി താനവി റഹിമഹുല്ലാഹ് നസ്റുദ്ദീൻ എന്ന പേരിൽ
ഹബീബായ റസൂലിന്റെ ജനനം മുതലും മരണം വരെയുള്ള സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് മദ്ഹ് ഗീതങ്ങളുടെ അടിസ്ഥാനത്തിൽ കിതാബ് എഴുതിയ മഹാനുഭാവന അഷ്റഫ് അലി താനവി റഹിമഹുല്ല. ഈ മഹത്തുക്കളൊക്കെ ഭയങ്കരമായ പ്രവാചക സ്നേഹത്തിന്റെ ഉദാത്ത ഉദാഹരണങ്ങളായിരുന്നെങ്കിൽ നമ്മളറിയണം, അന്നും ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കെതിരെ തിരിയാനും ചില പണ്ഡിതന്മാരുണ്ടായിരുന്നു. അന്നും അവർക്കെതിരെ പ്രവർത്തിക്കാൻ പണ്ഡിതന്മാരുണ്ടായിരുന്നു. അന്ന് കഴിവുള്ളൊരു പണ്ഡിതനായിരുന്നു അഹമ്മദ് റിവാഖാൻ ബറേലവി എന്ന പേരുള്ള പണ്ഡിതൻ. ഹൈദരാബാദ് നൈസാമിന്റെ കൊട്ടാരത്തിലെ മുഫ്തിയ. ഒരു ഫത്വയ്ക്ക് മറുപടി പറയണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടല്ലാതെ പറയൂല. അയാളെ കൂട്ടുപിടിച്ചു, പണം തരാമെന്ന് പറഞ്ഞു. ഈ ദൈവന്തി പണ്ഡിതന്മാരെ സമൂഹത്തിന്റെ മുന്നിൽ താറെടുത്ത് കാണിക്കണം. ആ മനുഷ്യൻ ഈ ദൈവന്തി പണ്ഡിതന്മാരുടെ കിതാബുകൾ എടുത്ത് അതിൽ നിന്ന് ചില ഭാഗങ്ങൾ അടർത്തി മാറ്റിയിട്ട് കാഫിറുകളാണ്, മുബത്തദികളാണ്, മുശ്രിക്കുകളാണെന്നൊക്കെ ഫത്വ എഴുതി. എന്നിട്ട് സൗദി അറേബ്യയിൽ പോയി അറബി മാത്രം അറിയാവുന്ന പണ്ഡിതന്മാരുടെ മുന്നിൽ ഉറുദു ഉദ്ധരണികൾ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. അവരെ കൊണ്ട് ഒപ്പുകൾ വാങ്ങി ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഹിസാമുൽ ഹറമൈനി എന്ന പേരിൽ അടിച്ചു വിതരണം ചെയ്തു. ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവന്തി പണ്ഡിതന്മാരൊക്കെ കാഫിറും മുശ്രിക്കും മുബത്തദിയൊക്കെ ആണെന്ന് അതായിരുന്നു പലരും പാടി പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. നമ്മൾ വിശ്വസിക്കരുത്. എന്റെ യുവ സമൂഹത്തോട് പറയുന്നത് ചരിത്രമായി പഠിക്കുക. അതേപോലെ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരുണ്ടാക്കിയെടുത്ത ഒരു മനുഷ്യനായിരുന്നു മിർസാ ഗുലാം അഹ്മദ് ഖാദിയാനി പ്രസ്ഥാനത്തിലൂടെ അയാൾ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു. ഇവിടെയൊക്കെ ഈ പണ്ഡിതന്മാർ പ്രവർത്തിച്ചു. ഇവരൊക്കെ നിഷ്കളങ്കതയോടുകൂടി മുന്നോട്ട് വന്നു. ഇവരൊക്കെ ഈ രാജ്യത്തിന് വേണ്ടി പോരാടി. മഹാനായ മഹ്മൂദ് ഹസൻ ദൈവന്തി റഹിമഹുല്ലയും ഹുസൈൻ അഹമ്മദ് മദനി റഹിമഹുല്ലയും മാൾട്ട ദീനഗർഭരുടെ അകത്തളങ്ങളിൽ കിടന്ന് കഷ്ടപ്പെട്ടു. ചരിത്രം നമുക്കറിയോ? മഹാനായ മഹ്മൂദ് ഹസൻ ദൈവന്തി റഹിമഹുല്ല വഫാത്തായി കഴിഞ്ഞ് മഹാനവറുകളുടെ ജനാസ കുളിപ്പിച്ചുകൊണ്ട് നിന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുതുകത്ത് ഇടതോട്ടിലെ മുറിവുകളുടെ പാടുകൾ കണ്ടിട്ട് അദ്ദേഹത്തോടൊപ്പം ജയിലിൽ കിടന്ന ഹുസൈൻ അഹമ്മദ് മദനി റഹിമഹുല്ലയുടെ അടുക്കൽ ജനാസ കുളിപ്പിച്ചവർ വന്ന് ചോദിച്ചു, ശരീരത്തിൽ കണ്ട മുറിവുകൾ എന്താ? അദ്ദേഹം പറഞ്ഞു, മാൾട്ടയിലെ പാറ തുറന്നുണ്ടാക്കിയതായ ജയിലകങ്ങളിൽ കിടക്കുമ്പോൾ ഹുസൈൻ അഹമ്മദ് മദനി റഹിമഹുല്ലയോടൊപ്പം കിടന്ന മൗലാന മഹ്മൂദ് ഹസൻ ദൈവന്തി റഹിമഹുല്ലയെ ബ്രിട്ടീഷുകാർ പിടിച്ചുകൊണ്ടുപോയി. എന്നിട്ട് കമ്പി പഴിപ്പിച്ച് മുതുകത്തേക്ക് കുത്തിയിറക്കി. അദ്ദേഹത്തിന്റെ മാംസം കരിഞ്ഞ ഗന്ധം ചുറ്റുപാടും പകർത്തുമ്പോൾ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യമാ, ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്കെതിരെ പോരാടുമ്പോൾ അത് തെറ്റാണ് എന്നും അതിൽ നിന്ന് പിന്മാറണമെന്നും നിങ്ങൾ പത്രമെടുക്കണം. അങ്ങനെ പത്രമെടുത്താൽ നിങ്ങൾ വെറുതെ വിടാം. അന്ന് മഹാനായ മഹ്മൂദ് ഹസൻ ദൈവന്തി റഹിമഹുല്ല ബ്രിട്ടീഷുകാരുടെ മുഖത്തേക്ക് കാർച്ചിട്ട് തുപ്പിയിട്ട് പറഞ്ഞ്, ബ്രിട്ടീഷ് വെള്ളപ്പട്ടികളെ, 1000 വട്ടം നിങ്ങൾ എന്നെ ഇങ്ങനെ ചിത്രവടം ചെയ്ത് കൊലപ്പെടുത്തിയോടും ഈ രാജ്യത്ത് നിങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് വേണ്ടിയുള്ള മറുപടികൾ പിൻവലിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ മഹാനായ മൗലാന മഹ്മൂദ് ഹസൻ ദൈവന്തി റഹിമഹുല്ല 3-4 വർഷം ജയിലിൽ കിടന്നു. ജുമാ നിസ്കരിക്കാൻ അനുവാദമില്ല. ബാക്കിയുള്ള തടവുകാർ ജുമാ നിസ്കരിക്കുമ്പോൾ പാറയുടെ മുകളിൽ വന്ന് അതിങ്ങനെ നോക്കി കണ്ണീരൊഴുക്കുമായിരുന്നു. അവസാനമത് റമളാനായപ്പോൾ അദ്ദേഹത്തിന്റെ ശ്രീമന്ത ശിഷ്യനായ ഹുസൈൻ അഹ്മദ് മദനിയോട് പറഞ്ഞു, പൊന്നുമോനെ, നാളുന്ന് വരെ ഒരു റമളാനിലും ഹാഫിളിന്റെ പറകിലല്ലാതെ ഞാൻ നിസ്കരിച്ചിട്ടില്ല. തറാവീഹിന് 30 ദിവസവും കേട്ടിട്ടല്ലാതെ ഞാൻ നിസ്കരിച്ചിട്ടില്ല. ഇന്ന് ഈ ജയിലിൽ എനിക്ക് അനുവാദമില്ലല്ലോ. പ്രിയപ്പെട്ട ഉസ്താദ് വേദനയോടെ പറഞ്ഞപ്പോൾ മഹാനായ ഹുസൈൻ അഹ്മദ് മദനി ജയിലിലിരുന്ന് ഖുർആൻ പഠിച്ചു. ഒരു ദിവസം 1 ജിസു 20 പേജ് ഖുർആൻ പഠിച്ചു. രാത്രിയിൽ ഉസ്താദിന്റെ മുമ്പിൽ ഇമാം വിളിച്ചു. അവരൊക്കെ ജയിൽ ജീവിതം പോലും ഇബാദത്താക്കി മാറ്റി. 2 നിലകളിലും ഇബാദത്തിലും അവർ മുന്നിലായിരുന്നു, പോരാട്ട വീര്യങ്ങളിലും അവർ മുന്നിലായിരുന്നു. ചരിത്രം അറിയോ? 1947 ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഹുസൈൻ അഹ്മദ് മദനിയുടെ അടുക്കലേക്ക് ജവഹർലാൽ നെഹ്റു ആളയച്ചിരിക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയാകേണ്ടുന്നത് നിങ്ങളാണെന്ന്. ഹുസൈൻ അഹമ്മദ്, ഈ ചരിത്രമൊക്കെ നമ്മൾ പഠിക്കണം. ആദ്യമായി പത്മഭൂഷന് വേണ്ടിയിട്ട് പേര് നിർദ്ദേശിക്കപ്പെട്ടത് ഹുസൈൻ അഹമ്മദ് മദനി റഹിമഹുല്ലയുടെ പേരാ. ഈ രാജ്യത്താദ്യമായി അവാർഡ് കൊടുത്ത് ആദരിക്കാൻ പേര് നിർദ്ദേശിക്കപ്പെട്ടത് ഹുസൈൻ അഹമ്മദ് മദനി റഹിമഹുല്ലയുടെ പേരാ.
ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാകാൻ വേണ്ടി ക്ഷണിച്ചു. മഹാനുഭാവനം പറഞ്ഞു, ഇല്ല, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചത്, മന്ത്രിയാകാൻ വേണ്ടിയിട്ടല്ല, ക്യാബിനറ്റിൽ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ അവാർഡുകൾക്ക് വേണ്ടിയിട്ടല്ല. എന്റെ മാതയായ പടച്ചതമ്പുരാനും എന്റെ പ്രിയപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അക്രമത്തിനെതിരെ പടപൊരുതൽ അതിധീരമായ പോരാട്ടവും പ്രതിഫലാർഹമായ പ്രവർത്തനവുമെന്ന് പഠിപ്പിച്ചതിന്റെ പേരിൽ മാത്രമാണ് ഞാൻ ഇതിനു വേണ്ടി വന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സ്ഥാനമാനങ്ങളൊന്നും വേണ്ട. അവസാനം മഹാനവറുകളുടെ നിർബന്ധത്തിന് കാത്തു നിൽക്കാതെ ഇന്ത്യ രാജ്യം ഹുസൈൻ അഹമ്മദും മദനിയുടെ പേരിൽ സ്റ്റാമ്പിറക്കി. സവർക്കറുടെ പേരിൽ സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ടോ? ഗോൾവാർക്കറിന്റെ പേരിൽ സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ടോ? ഇന്ന് അമിത്ഷായുടെ കാവിപ്പടകൾ ഈ രാജ്യത്ത് മുസ്ലിമീങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുമ്പോൾ അഭിമാനത്തോടുകൂടി നെഞ്ചു തിരിച്ചുകൊണ്ട് പറയാൻ പറ്റട്ടെ, ഈ രാജ്യത്തോടെ ജനവിഭാഗങ്ങളും ഇന്ന് സ്വാതന്ത്ര്യത്തിന്റെ ശ്വാസേച്ഛ നടത്തുന്നെങ്കിൽ ഈ രാജ്യത്ത് മുൻകടന്നുപോയ മഹത്തുക്കളായ പണ്ഡിത മഹത്തുക്കൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പറയുന്ന കാവിക്കളസമിട്ട് ആരംഭിക്കപ്പെട്ട ഒരുത്തരമില്ലാത്ത കാലഘട്ടത്തിൽ, ഇതിന്റെയൊന്നും നേതാക്കന്മാരില്ലാത്ത കാലഘട്ടത്തിൽ മഹത്തുക്കളായ ദാവൂരും ദൈവം പണ്ഡിതന്മാരും ഈ രാജ്യത്തെ മഹത്തുക്കളായ പോരാളികളും മഹാനായ പട്ടേലി പൂതുണ്ടാനും ബഹുമാനായ ഊറമ്പി മോലങ്കീരിയും ബഹുമാനായ വലിയമ്മോട് മണസ്വാമിയും ആലിമുസ്ലിയാരും മമ്പറമ്പങ്ങളും കുഞ്ഞാലിവരക്കാന്മാരും ബ്രിട്ടീഷുകാരുടെ തീപ്പൊഴുതി നടന്ന വെടിയുണ്ടകൾക്ക് മുന്നിൽ പുഞ്ചിരി പൂടിക്കൊണ്ട് ലാഘവത്തോടുകൂടി ഏറ്റുവാങ്ങിയ ബഹുമാനായ വലിയമ്മൊന്ന് കുഞ്ഞാമരാജ്യം ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ പോരാളികൾ കഷ്ടപ്പെട്ടിട്ടാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് പറയാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് സാധ്യമാകണം. അതുകൊണ്ട് മുസ്ലിമുകൾ ഈ രാജ്യത്ത് രണ്ടാം കിടക്കാനല്ല, ഈ രാജ്യത്ത് കയറി വന്നവരാരാ? ഇന്ന് ബ്രാഹ്മണ മേധാവിത്വം നയിച്ചുകൊണ്ട് ഈ രാജ്യത്തെ കടന്നവരുന്നുണ്ട്. ഹരിയാനയുടെ തെരുവോരങ്ങളിൽ മുലപ്പാലിൽ നിന്ന് നിർമ്മണം പോലും മാറാത്ത അവരുടെ കുടുംബത്തിൽപ്പെട്ട പാവപ്പെട്ട ജനതി വിഭാഗങ്ങള്, പാവപ്പെട്ട പിഞ്ചോമന മക്കള് വീടോടുകൂടി ചുട്ടരിച്ചു തന്ന സവർണ ഭീകരവാദികളുണ്ടല്ലോ. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് എനിക്കൊരു വലിയ മഹാരാജനെന്ന് ആഗ്രഹിച്ചതായ ഒരു പാവപ്പെട്ട ജനതി വിദ്യാർത്ഥിക്ക് ബസ് കൽപ്പിച്ച് ഒരു ഷെഡ് കെട്ടി അതിന്റെ മുന്നിൽ താമസിക്കാൻ പറഞ്ഞുവിട്ട് മരം എടുത്തിട്ട പാവപ്പെട്ട ചെറുപ്പക്കാരൻ ഈ രാജ്യത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് കടന്നു വന്നിട്ട് അവരുടെ സ്ഥാനമലങ്കരിക്കുമെന്ന് കണ്ടപ്പോൾ അതിലാസൂയ പോണ്ട ABVP ഉൾപ്പെടെയുള്ള വർഗീയ വിദ്യാഭ്യാസ പരീക്ഷകളെ അവരെ ബസ് കളിപ്പിച്ചുകൊണ്ട് മുറ്റത്തേക്ക് അവരെ വലിച്ചെറിഞ്ഞപ്പോൾ അതിലും മരമെടുത്തിട്ട് അവരുടെ ഭീകരവാദത്തിന്റെ പേരും മരമെടുത്തിട്ട് അവർണരായ പാവപ്പെട്ട ദളിത് വിദ്യാർത്ഥി ഒരുപാട് കയറിന്റെ അറ്റത്ത് ജീവനൊടുക്കി തുടങ്ങിയുവെങ്കിൽ ഈ രാജ്യത്തിൽ പ്രകാരം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതും മുസ്ലിമുകളല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ ഒത്തുകൊടുത്തതാരാ? ബ്രിട്ടീഷുകാർക്ക് എതിരെ പ്രവർത്തിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആ സമയം ബ്രിട്ടീഷുകാർക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് പഠിപ്പിച്ചത് സവർക്കറല്ലേ, ഗോൾവാൾക്കറല്ലേ, ഇവരുടെയൊക്കെ ഗുരുജിമാരല്ലേ? ചിന്താധാരകളിൽ പോലും അങ്ങനെയുള്ള ചിന്തകൾ ഒത്തുകൊടുക്കുമ്പോൾ പോലും ബ്രിട്ടീഷുകാരന് വേണ്ടി മാത്രമായിരിക്കണം പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ ഈ രാജ്യത്തെ സവർണ ബ്രാഹ്മണിച്ച ഭീകരവാദികൾ തന്നെയായിരുന്നു സഹോദരങ്ങളിൽ. ഇത് നമ്മൾ തിരിച്ചറിയുക. ഈ രാജ്യത്ത് മുഴുവൻ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയും അവർ തന്നെയാണ് എന്ന് മാത്രമല്ല, ഈ രാജ്യം ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ബഹുമാന്യരായ രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ ഈ രാജ്യത്തിന്റെ മാർഗത്തിൽ വെച്ച് അതിക്രൂരമായി വെടിവെച്ചുകൊണ്ട ബാബുറാം വിനായക് ഗോഡ്സെ എന്ന വർഗീയവാദിക്ക് താശമാടുവാനും അവന്റെ ജന്മദിനം ആഘോഷിക്കുവാനും അവന്റെ ഫോട്ടോ വിട്ടതിൽ പൂമാലയിട്ട് ഈ രാജ്യത്തിന്റെ ഭാരതാംബയുടെ മുഖത്തെ പൊതുസമൂഹത്തിന് മുന്നിൽ മാനവകപ്പെടുത്തുവാനും കടന്നു വന്നത് ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളല്ല. ഈ രാജ്യത്തെ കലാപങ്ങൾ ഉണ്ടാക്കുന്നവരായ 1982-83 കാലഘട്ടത്തിൽ ആസാമിലെ നെല്ലയിൽ കലാപങ്ങൾ നടത്തി രാജ്യത്തെ സുരക്ഷിതാവസ്ഥ തകർത്ത് തരിപ്പണമാക്കി അരക്ഷിതാവസ്ഥയിലേക്ക് കടന്നുകൊണ്ടുപോയത് ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളായിരുന്നു. കൃത്യം 10 വർഷം കഴിഞ്ഞ് 1992 ഡിസംബർ 6-ന്റെയും 93 ജനുവരിയുടെയും ദിനരാഷ്ട്രങ്ങളിൽ ബാബരി മസ്ജിദ് തകർത്ത് തരിപ്പണമാക്കി ലോകഭൂപടത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ സൗന്ദര്യത്തെയും സൗരഭ്യത്തെയും കെടുത്തിക്കളഞ്ഞതായ സൂറത്തിന്റെ മീരത്തിന്റെ രഘുപൂരിന്റെ അകൽപൂരിന്റെ ഭിവണ്ടിയുടെ ജംഷഡ്പൂരിന്റെ കോയമ്പത്തൂരിന്റെ തെരുവോരങ്ങളിൽ ഈ രാജ്യത്തെ പാവപ്പെട്ട പൗരന്മാരെ നെറ്റിക്കീറി കൊലപ്പെടുത്തിയിട്ട് രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ട് ഈ രാജ്യത്ത് രാഷ്ട്രീയമായ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ വേണ്ടി ശ്രമിച്ചത് ഈ രാജ്യത്ത് മുസ്ലിങ്ങളല്ലല്ലോ സഹോദരങ്ങൾ. എന്ന് മാത്രമല്ല, കൃത്യം 10 വർഷം കഴിഞ്ഞ് 2002 കാലഘട്ടത്തിൽ ഗുജറാത്തിന്റെ തെരുവോരങ്ങളിൽ ബാബു ബജറംഗിമാരുടെ കൈകളിലേക്ക്
മലപ്പുറങ്ങളിൽ കലാപങ്ങൾ നടത്തിയവരല്ല, ആസാമിൽ കലാപങ്ങൾ നടത്തിയതല്ല. ഇന്നും ഇന്ത്യ രാജ്യത്ത് കേവലം 1-2 വർഷങ്ങൾക്കിടയിൽ 680ഓളം ചെറുകലാപങ്ങൾക്ക് പിടികൊടുത്തിയത് ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളായിരുന്നു. ഒരൊറ്റ വർഷം കൊണ്ട് ഈ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ 3322 ദളിത് സ്ത്രീകൾ മാനവങ്ങൾ ചെയ്തത് മുസ്ലിമീങ്ങളായിരുന്നു. 284 ദളിത് കുടുംബത്തിൽപ്പെട്ടവർ കൊലപ്പെടുത്തിയത് മുസ്ലിമീങ്ങളായിരുന്നു. ഇന്ത്യൻ മുസൽമാൻ അങ്ങനെ ഒരു പാരമ്പര്യമില്ല, ഇന്ത്യൻ മുസൽമാൻ അങ്ങനെ ഒരു ചരിത്രമില്ല. ഈ രാജ്യത്ത് എല്ലാ സമയത്തും സമാധാനം വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്, സ്വാതന്ത്ര്യം വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ രാജ്യത്തിന്റെ മുന്നിൽ മുസ്ലിമീങ്ങളുടെ നില അപകടകരമായ അവസ്ഥയിലാണ്. വർഗീയവാദം കൊടികുത്തി വാഴുമ്പോൾ, ഞാനിത് പറയുമ്പോൾ എന്റെ സഹോദരങ്ങൾ നിഷ്പക്ഷ മനസ്സോടുകൂടി കേൾക്കണം. സംഘടനകളും പാർട്ടികളും പ്രസ്ഥാനങ്ങളും ഉണ്ടാക്കി സമുദായത്തിന്റെ മുന്നണിയിലേക്ക് കടന്നവരാണ് യുവസമൂഹം കൊതിക്കുമ്പോൾ അവരെയൊക്കെ പിടിച്ചിരുത്തി സമുദായത്തിന്റെ സമയവും ഓജസ്സും തേജസ്സും ഊർജവുമെല്ലാം ചിലവഴിച്ചിട്ട് LCD കൃത്യങ്ങളിലൂടെയും മറ്റും ആവശ്യമില്ലാത്ത തർക്ക വിതർക്കങ്ങളിലേക്ക് ഈ സമുദായത്തെ കൊണ്ടുപോയി ഈ സമുദായത്തിന്റേതായ ആവശ്യഘട്ടങ്ങളിൽ പ്രവർത്തിക്കേണ്ടെന്ന ചെറുപ്പക്കാരെ ശാന്തീകരിക്കലല്ല വേണ്ടത്. അവിടെയാണ് ഓൾ ഇന്ത്യ ഇമാം കൗൺസിൽ എന്ന പ്രാമാണിക പ്രസ്ഥാനത്തിന്റെ പ്രസക്തി നാം അറിയേണ്ടത്. ഇമാം കൗൺസിലിന് ഒരു പണ്ഡിത പ്രസ്ഥാനത്തോടും വിരോധമില്ല, ആരോടും ഒരു അയിത്തവുമില്ല, ആരോടും ഒരു പ്രശ്നമില്ല. പല ഭാഗങ്ങളിലും ഇമാം കൗൺസിൽ ഭീകരവാദമാണ് എന്നൊക്കെ പലരും പ്രസംഗിപ്പിച്ച് ആളുകളെ ഒന്ന് ചേർത്തിട്ട് തക്ബീറോടുകൂടി കരഘോഷം മുഴക്കുമ്പോൾ അതിനെതിരെ ഒരു സദസ്സ് സംഘടിപ്പിച്ച് 100 കണക്കിന് സങ്കോചമുള്ള ചെറുപ്പക്കാരെ പിടിച്ചിരുത്തി ഉള്ളിലേക്ക് പേടിയുന്നോളം മറുപടി പറക്കി തക്ബീർ മുഴക്കാൻ കെൽപ്പില്ലാഞ്ഞതുകൊണ്ടല്ല ഓൾ ഇന്ത്യ ഇമാം കൗൺസിലിന്റെ പ്രവർത്തന രീതി അതല്ല, ഞങ്ങളുടെ ലക്ഷ്യം അതല്ല. തഖ്വിയത്തുൽ അഇമ്മ, തഖ്വിയത്തുൽ ഉമ്മ, ഇമാമിങ്ങളുടെ ശാക്തീകരണത്തിലൂടെ സമൂഹത്തെ ശാക്തീകരിക്കുക എന്നാണ് ഓൾ ഇന്ത്യ ഇമാം കൗൺസിലിന്റെ ലക്ഷ്യമെങ്കിൽ അതോടുകൂടി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആരോടും ഒരു ദേഷ്യവുമില്ല, ആരോടൊരു ഐക്യവുമില്ല. വിനീതന്റെ ശബ്ദം ശ്രമിക്കുന്ന ഇനിയും ഓൾ ഇന്ത്യ ഇമാം കൗൺസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ സന്മനസ് കാട്ടാതിരിക്കുന്ന ഏതെങ്കിലും പണ്ഡിതരുണ്ട് എങ്കിൽ നിങ്ങളെ കൈകളും നീട്ടി ഓൾ ഇന്ത്യ ഇമാം കൗൺസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ഓൾ ഇന്ത്യ ഇമാം കൗൺസിലിന്റെ കൽപ്പടവുകൾ കഴിഞ്ഞ് കവാടങ്ങൾ കടന്നു വരുമ്പോൾ നാളിന്ന് വരെയും നിങ്ങൾ ഏത് പണ്ഡിത പ്രസ്ഥാനത്തിലായിരുന്നു എന്ന് ചൂഴ്ന്നന്വേഷിക്കുവാനോ ആ കുപ്പായം മൂടിവെച്ചിട്ട് മാത്രമേ ഇതിലേക്ക് വരാൻ പാടുള്ളൂ എന്നോ ഒരിക്കലും ഓൾ ഇന്ത്യ ഇമാം കൗൺസിൽ പറയില്ല. നിങ്ങൾ ഏത് പ്രസ്ഥാനത്തിന്റെ ആളുമാകട്ടെ, ഏത് പണ്ഡിതന് വേണ്ടി പ്രവർത്തിക്കുന്നവരുമാകട്ടെ, നിഷ്പക്ഷ മനസ്സോടുകൂടി നിസ്വാർത്ഥമായി സേവനം ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഓൾ ഇന്ത്യ ഇമാം കൗൺസിൽ സ്വാഗതം ചെയ്യുന്നു. സമുദായത്തിന്റെ ശക്തി നമുക്ക് ശില്പിക്കുമ്പോൾ രാജ്യത്തെ മുസ്ലിമുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ നമ്മൾ അറിയുക. സവർണ ഭീകരവാദം ബാബരി മസ്ജിദും തകർത്ത്, മദ്രസകളും തകർത്ത്, കുഴപ്പങ്ങളുണ്ടാക്കി, കലാപങ്ങളുണ്ടാക്കി കടന്നു വന്ന് അവസാനം ഈ രാജ്യത്തെ പാവപ്പെട്ട മനുഷ്യന്റെ അടുക്കളയ്ക്കുള്ളിൽ പോലും വർഗീയതയിൽ അവൻ കൈയിട്ട് വാരുന്നെങ്കിൽ, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ബാഗുകൾക്കുള്ളിൽ പോലും അവന്റെ വർഗീയത കടന്നു വന്നെങ്കിൽ, 2 ദിവസം മുമ്പ് കാസർഗോഡ് കാളകളെ കൊണ്ടുപോകുന്ന ആളുകളുടെ ഇടയിലേക്ക് പോലും വന്നുവെങ്കിൽ, എന്റെ സഹോദരങ്ങളെ, ഈ രാജ്യത്തിന്റെ അപകടാവസ്ഥ നമ്മൾ തിരിച്ചറിയുക. വർഗീയ കോമരങ്ങൾ ഉറഞ്ഞുതുള്ളി ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സംഘടനാ പക്ഷപാതിത്വങ്ങളില്ലാതെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടുന്നവരാണ് നാം ഓരോരുത്തരും. അതിനുവേണ്ടി കർമ്മരംഗത്തേക്ക് കടന്നു വരേണ്ടുന്നവരാണ് നാം ഓരോരുത്തരും. നിരപരാധികൾ ആയിരക്കണക്കിന് കഷ്ടപ്പെടുമ്പോൾ അബ്ദുൽ നാസർ മഅദനി ചെയ്ത തെറ്റെന്തുണ്ടെങ്കിലും സമൂഹത്തോട് ചോദിക്കാൻ നമുക്ക് ബാധ്യതയില്ലേ? രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു കാലത്ത് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന മനുഷ്യരുണ്ടായിരുന്നു. അദ്ദേഹം തന്നെ പറയുന്ന പോലെ സൂറത്തിലും മീറത്തിലും അയോധ്യയിലും ജബൽപൂരിലും ഭിവണ്ടിയിലും ജംഷഡ്പൂരിലും കോയമ്പത്തൂരിലും വാരാണസിയിലും ഉൾപ്പെടെ കത്തിയിരിക്കപ്പെട്ട 100 കണക്കിന് മനുഷ്യമക്കളുടെ കബന്ധങ്ങൾക്ക് വേണ്ടി ശക്തിച്ചതാണോ അദ്ദേഹം ചെയ്ത തെറ്റ്? 4 നൂറ്റാണ്ടോളം കാലം ജഗന്നിയന്താവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി സുജൂദ് ചെയ്ത ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തല്ലിത്തകർത്ത് തരിപ്പണമാക്കിയ വർഗീയ പരിവാരങ്ങൾക്കെതിരെയും അതിനൊത്താശവാദിയതായ ഭരണകൂട ഭീകരവാദികളായ ചതിയന്മാർക്കെതിരെയും ശബ്ദിച്ചതാണോ അബ്ദുൽ അതിന് ചെയ്തതായ തെറ്റി? ഇത് ചോദിക്കാനെങ്കിലും നമുക്ക് സാധിക്കണ്ടേ? ഷാബിന് ചെയ്ത തെറ്റെന്താണ്? ഷിബിലി ചെയ്ത തെറ്റെന്താണ്? അൻസാർ നദിന് ചെയ്ത തെറ്റെന്താണ്? ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ അവിടെ ഒന്ന് ചേർന്നിട്ട് സ്വാതന്ത്ര്യത്തിലെ മുസ്ലിമീങ്ങളുടെ പങ്ക് ചേർത്തലാണോ എന്റെ
എന്റെ സഹോദരങ്ങളെ അവർ ചെയ്തതായ തെറ്റ്. മലപ്പുറം ജില്ലയിൽ നിന്ന് പിടിക്കപ്പെട്ട പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് പോലും ഭീകരവാദത്തിന്റെ മുദ്ര പതിപ്പിക്കപ്പെട്ട സക്കരിയ എന്ന ചെറുപ്പക്കാരൻ ചെയ്ത തെറ്റെന്താ? എന്റെ സഹോദരങ്ങളെ നാം അറിയുക. കാര്യപ്രവർത്തനത്തിന് വേണ്ടി മുസ്ലിമല്ലാത്ത ഒരു കപടനെ പിടിക്കപ്പെട്ടപ്പോൾ അവരെയൊക്കെ പിന്നാമ്പറകളിലേക്ക് ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് മദ്രസകളിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട പണ്ഡിതന്മാരെ സമൂഹത്തിന്റെ മുന്നിൽ താമരച്ച് കാണിക്കാൻ ഈ രാജ്യത്തെ ആദ്യത്തെയോ ഏജൻസികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യത്തിന്റെ ശബ്ദമുയർത്തി, നീതിയുടെ ശബ്ദമുയർത്തി കർമ്മരംഗത്തേക്ക് കടന്നു വരാൻ നമുക്ക് സാധ്യമാകട്ടെ. ഈ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ തൊലി കറുത്തതിന്റെ പേരിൽ മാത്രം അവർണ ജനവിഭാഗങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ സവർണ ഭീകരവാദികൾ ഈ രാജ്യത്തിന്റെ മുന്നിൽ അതേ നെറുകേട് കാണിച്ചുകൊണ്ട് അക്രമത്തോടുകൂടി അവരിങ്ങനെ എളിഞ്ഞ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയൊക്കെ ഈ രാജ്യത്തെ മുഴുവൻ പൗരനും അത് കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ ജീവിക്കാൻ അനുവാദമുണ്ടെന്ന് തുറന്നു പറയാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കഴിയണം. ഈ സന്ദേശവുമായിട്ടാണ് ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ വരുന്നത്. ഒരു പക്ഷേ പേര് ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ ഒരു പുതിയ പേരായിരിക്കാം, പ്രവർത്തന രീതി ഒരു പ്രവർത്തന രീതിയായിരിക്കാം. പക്ഷേ ഈ സദസ്സിൽ നിന്നുകൊണ്ട് ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിലിന്റെ ഒരു വലിയ പ്രവർത്തകൻ എന്ന രീതിയിൽ ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി രാജ്യത്തുടനീളം കടന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സന്മനസ് കാണിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെയും നേതാക്കന്മാരെയും സാക്ഷി നിർത്തി പറയുന്നു, ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിലിന്റെ ആദർശം പുതിയ ആദർശമല്ല, മഹത്തുക്കളായ പിൻഗാമികളായ ഇമാമിങ്ങളുടെ ആദർശം തന്നെയാ. ചരിത്രങ്ങളെ ഇന്നലകളിൽ നമ്മളൊന്ന് പരിശോധിച്ചാൽ മഹാനായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്തുൽ ഖൂഫി റഹിമഹുല്ലാ ആരായിരുന്ന മഹാനുഭാവൻ ഭരണാധികാരികളുടെ നിർവേദികൾക്കെതിരെ ശബ്ദിച്ചതിന്റെ പേരിൽ, അതിനെതിരെ ശബ്ദമുയർത്തിയതിന്റെ പേരിൽ ഉമൈർ ബിൻ ഹുദൈറ എന്ന് പറയുന്ന അധികാരി പിടിച്ചുകൊണ്ടുപോയി ജയിലറകൾക്കുള്ളിലിട്ട് അതിക്രൂരമായി പീഡിപ്പിച്ചിട്ട് അവസാനം ജയിലിനുള്ളിലിട്ട് തന്നു വായ പൊട്ടിത്തുറഞ്ഞ് വെസ്റ്റങ്കലയ്ക്ക് ഒഴിച്ചുകൊടുത്തു കൊലപ്പെടുത്തപ്പെട്ട ആളാ മഹാനായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്തുൽ ഖൂഫി റഹ്മത്തുള്ളാഹി തആല അലൈഹി. ആ പാരമ്പര്യമാണ് ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിലിന്റെ പാരമ്പര്യം. മാലിക്കി മദ്ഹബിന്റെ ഇമാം മഹാനായ മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹ്, ഹംബലി മദ്ഹബിന്റെ ഇമാം മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ ഹിലാലി ശൈബാനി റഹിമഹുല്ലാഹ് സത്യത്തിന് വേണ്ടി ശബ്ദിച്ചതിന്റെ പേരിൽ അധികാരികളുടെ ക്രൂരമർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി ശരീരം തളർന്ന് രോഗികളായി മരണപ്പെട്ടവരാണെങ്കിൽ ആദർശമാണ് ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിലിന്റെ ആദർശം. നമ്മുടെയൊക്കെ ഇമാം ഇമാമിന് ഷാഫി റഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ ആരാ? മുറിയുടെ കാര്യവും ചർച്ച ചെയ്ത് ഇങ്ങനെ പള്ളിയുടെ മൂലയിരുന്ന ആളാണ് മഹാനായ ഇമാമിന് ഷാഫി റഹ്മത്തുള്ളാഹി. അധികാരികൾക്കെതിരെ ശബ്ദിച്ചതിന്റെ പേരിൽ അറസ്റ്റ് വാറണ്ട് വന്നു ഷാഫി ഇമാമിന്. മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ ചരിത്രമാ പറയുന്നേ. ഷാഫി ഇമാമിന് അറസ്റ്റ് വാറണ്ട് വന്നു, കയ്യിൽ വിലങ്ങണിയിച്ചു, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി വിചാരണ ചെയ്തു, തൂക്കിക്കൊല്ലാൻ വിധി വന്നു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ഷാഫി മദ്ഹബ് പിൻപറ്റുന്നവരല്ലേ, എന്തുകൊണ്ട് ഈ മദ്ഹബ് നമുക്കില്ലാതെ പോയി? ഷാഫി റഹ്മത്തുള്ളാഹി കൈവച്ച് അറസ്റ്റ് ചെയ്ത് വിചാരണയിൽ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോയി, അവസാനം തൂക്കുകയെന്ന മുമ്പിലാണ് രക്ഷപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ ഈ മഹത്തുക്കളുടെ പാരമ്പര്യം. ഇമാംസ് കൗൺസിൽ സത്യത്തിന് വേണ്ടി ശബ്ദിക്കുമ്പോൾ ഇല്ല സഹോദരങ്ങളെ, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, ഇതൊരു ഭീകരവാദമാണ്, ഇതൊരു തീവ്രവാദമാണ്. മഹാനായ സുൽത്താനുൽ ഔലിയ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ സ്മരണങ്ങൾ പുതുക്കുന്ന ഒരു മാസത്തിലാണ് നമ്മൾ. ഷെയ്ഖ് ജീലാനി തങ്ങൾ ആരാ? ഇമാംസ് കൗൺസിലിന്റെ പണ്ഡിതന്മാരെങ്ങാനും ബാബരി മസ്ജിദിന്റെ കാര്യം പള്ളിയുടെ മിഹ്റാബിൽ പറഞ്ഞാൽ കൊടും പാതകമല്ലേ? രാജ്യം നേരിടുന്ന പ്രശ്നം പള്ളിയുടെ മിമ്പറിൽ നിന്നൊരു പണ്ഡിതൻ പറഞ്ഞാൽ പിന്നെ പ്രശ്നമല്ലേ?